സോ നമ്മൾ പി എം ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ പറയുകയാണ്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ പി എമ്മിനകത്ത് മെയിൻലി നമ്മൾ പഠിക്കുന്നത് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോൾ, അല്ലെങ്കിൽ കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വേണ്ട കാര്യങ്ങൾ, അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ ടെക്നിക്കും എല്ലാ ടോപ്പിക്കും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ കമ്പനിയുടെ സക്സസ്സിൽ അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി ഒരു 5 സെക്ഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. സെക്ഷൻ എ എന്ന് പറയുന്നത് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ആണ്. ഇവിടെ നമ്മൾ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സെക്ഷൻ എയിൽ പഠിക്കുന്നത്. കൂടുതലും തിയറിയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യൻ വരില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പാടില്ല. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവും. മേ ബി ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനോ സെക്ഷൻ എയിലോ സെക്ഷൻ ബിയിലോ സെക്ഷൻ സിയിലോ സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് ആണ്. ഇതിൽ കുറേ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ബേസ് പേപ്പറായ MA പഠിക്കുന്നതാണ്. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ഇതും കമ്പാരിറ്റീവ്ലി സെക്ഷൻ എയിലോ ബിയിലോ ടെസ്റ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. സെക്ഷൻ സിയിൽ ഒരു ഫുൾ സെക്ഷൻ സി ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സബ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ദെൻ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആണ്. എക്സാമിന് സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഇവിടെയാണ് നമ്മൾ വലിയ ചാപ്റ്റേഴ്സ്, കുറച്ചുകൂടെ വലിയ ചാപ്റ്റേഴ്സ് പഠിക്കുന്നത്. നമ്മുടെ റെലവൻറ്റ് കോസ്റ്റിങ്ങും അതുപോലെ CVP, പ്രൈസിങ്, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി കാര്യങ്ങളൊക്കെ, നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടർ, അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. പിന്നെ ബഡ്ജറ്റിംഗ്, വേരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇതും മേ ബി സെക്ഷൻ സിയിൽ എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. ബഡ്ജറ്റ് പ്രിപ്പറേഷനും കാര്യങ്ങളും അതുപോലെ വേരിയൻസിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ അനാലിസിസോ തിയറി ക്വസ്റ്റ്യൻസോ ഒക്കെ എന്ത് ചെയ്യാം, ഇവിടെ വരാം. ദെൻ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പെർഫോമൻസ് മെഷർമെന്റ് ആൻഡ് കൺട്രോൾ ആണ്. സിലബസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് പെർഫോമൻസ് മെഷർമെന്റ് ആൻഡ് കൺട്രോൾ ആണ്. ഇതിൽ നിന്ന് സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളിവിടെ ഈ ടോപ്പിക്സ് എല്ലാം, ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഒന്ന് ക്വിക്ക്ലി ഒന്ന് റിവൈസ് ചെയ്ത് പോവാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാൽക്കുലേഷനോ എക്സാമ്പിൾസോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ആ ടോപ്പിക്സ് മാത്രം, അതായത് എക്സാമിന് പോകുമ്പോൾ ബേസിക് ആയിട്ട് എന്താണ് ഒരു ടോപ്പിക്, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വരാണ് എക്സ്പ്ലെയിൻ ദിസ്, വാട്ട് ഇസ് ദിസ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു പോവാണ്. മെജോറിറ്റി ആൾക്കാരും ഇത് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ടോപ്പിക്സ് ആദ്യം ഒന്ന് റിവൈസ് ചെയ്യാണ്. അതിനുശേഷമായിരിക്കും നമ്മൾ അടുത്ത 2 ദിവസമായിരിക്കും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. നമ്മൾ മറ്റൊരു ഫയൽ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് നോട്ട്സ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിലബസിൻ്റെ ഓർഡറിൽ തന്നെ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. അപ്പോൾ ഈ ഒരു ഫയൽ, ഈ ഒരു ഷോർട്ട് നോട്ട്സ് നമ്മൾ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും ഇത് കയ്യിലില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഒരു റിവിഷൻ ഫേസിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നമ്മൾ ഏറ്റവും ആദ്യം ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ കമ്പനിക്കകത്ത് IT സിസ്റ്റംസിൻ്റെ യൂസേജ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതൊക്കെയാണ് മെയിൻലി ഈ ചാപ്റ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ ഒരു IT സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കമ്പനിയിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസിലി മാനേജ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനൊക്കെ ഇന്ന് എല്ലാവരും IT സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ IT സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കോസ്റ്റ്, ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈസിലി അത് മാനിപ്പുലേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ IT സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പം നമുക്കറിയാം, ഇന്ന് പല കാര്യങ്ങളും നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ IT സിസ്റ്റംസ് ഒരു കമ്പനിയിലേക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റുകൾ, ഒരു ഇത്ര കാലം നമ്മൾ പേപ്പറിൽ ചെയ്തിരുന്ന അല്ലെങ്കിൽ ബുക്കിൽ എഴുതിയിരുന്ന ഒരു കാര്യം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റുകൾ, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റുകൾ ഉണ്ടാകും, ട്രെയിനിങ് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ IT സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ടെക്നോളജിയാണ്. കമ്പ്യൂട്ടേഴ്സിനെ എങ്ങനെയൊക്കെ, ഡിവൈസുകളെ നമുക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം. അതിൽ LAN, WAN, SAN, VPN, അതുപോലെ തന്നെ വയർലെസ് ടെക്നോളജി, ഇൻ്റർനെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. വയർലെസ് ടെക്നോളജിയിലാണ് നമുക്ക് ഈ ബ്ലൂടൂത്തും അതുപോലെ വൈഫൈ പോലെയുള്ള ടെക്നോളജീസ് എല്ലാം അതിനകത്താണ് വരുന്നത്. പിന്നെ കമ്പനിക്കകത്ത് ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ അതെങ്ങനെ സെക്യൂർ ചെയ്യാം നമുക്ക്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള, ഒരു കമ്പനിയുടെ കയ്യിലുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ സെക്യൂർ ചെയ്യാം, മറ്റുള്ളവർ ഹാക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസ് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിൻ്റെ കുറച്ച് മെഷേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് പ്രോപ്പർ സ്റ്റാഫ് മാനേജ്മെൻ്റ് ആണ്. നമ്മളൊരു കമ്പനിയിലേക്ക്
എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ തൊട്ട് എന്ത് ചെയ്യുക, ഏറ്റവും നല്ല സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക, ഡാറ്റ മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ പറ്റുന്ന അത്രയും അങ്ങനത്തെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ ഒരു കമ്പനിയിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു കാര്യം ഫിസിക്കൽ ആക്സസ് കൺട്രോൾ ആണ്. ഒരിക്കലും ഒരു നോർമൽ ജൂനിയർ ലെവൽ എംപ്ലോയിക്ക് ഒരു കമ്പനിയുടെ ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റയിലേക്കുള്ള ഒരു ഫിസിക്കൽ ആക്സസ് നമ്മൾ കൊടുക്കില്ല. അത് ഏറ്റവും സേഫ് ആയിട്ട് ലോക്കറിലൊക്കെ ആയിരിക്കും നമ്മൾ എടുത്ത് വെക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അത്രയും സേഫ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ കോൺഫിഡൻഷ്യൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ആക്സസ് റെസ്ട്രിക്ട് ചെയ്യാൻ നമുക്ക് ലോജിക്കൽ ആക്സസ് കൺട്രോൾസ് കൊണ്ടുവരാം. അവിടെ പാസ്വേഡ്സ് വെക്കാം. നമുക്കറിയാം, നമ്മളൊരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ യൂസർ ഐ ഡി അതിൻ്റെ കൂടെ തന്നെ ഒരു പാസ്വേഡ് ചോദിക്കും. ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സീക്വൻസിനാണ് നമ്മൾ പാസ്വേഡ് എന്ന് പറയുന്നത്. അതുപോലെ എൻക്രിപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഡാറ്റയെ നമുക്ക് മറ്റൊരു ഫോർമാറ്റിലേക്ക്, ഒരു അൺറീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഓഡിറ്റ് ട്രെയിൽ ഉണ്ട്. നമുക്ക് കമ്പനിയിൽ നടക്കുന്ന ഡിജിറ്റലായി നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം പ്രോപ്പർലി സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ പല കമ്പനീസും അവരുടെ സെക്യൂരിറ്റി സിസ്റ്റംസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സെക്യൂരിറ്റി കാരണം അല്ലെങ്കിൽ ഫയർ വാളൊക്കെ എത്രത്തോളം സെക്യൂർഡ് ആണ് എന്നുള്ളത് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രയൽ പോലെ അവർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എന്ന് പറയുന്നത് എങ്ങനെ ഡാറ്റയുടെ കോൺഫിഡൻഷ്യൽ ഡാറ്റയുടെ സെക്യൂരിറ്റി കൂട്ടാം എന്നുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്സാമിന്. പിന്നെ കമ്പനിക്കകത്ത് നമ്മൾ IT സിസ്റ്റംസ് പറഞ്ഞു. അതിനകത്ത് ഇൻഫർമേഷൻ, കമ്പനിക്ക് വേണ്ട ഡിസിഷൻസ് എടുക്കാൻ വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്യുക, ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും വരുന്നുണ്ട്. കമ്പനിക്കകത്ത് നിന്ന്, കമ്പനിയുടെ റെക്കോർഡ്സിൽ നിന്നും അക്കൗണ്ടിങ് സിസ്റ്റംസിൽ നിന്നും പേറോളിൽ നിന്നും ഒക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് പോലെ കമ്പനിക്ക് പുറത്ത് ഗവൺമെന്റിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനിയിൽ നമ്മൾ ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ്സ് 3 ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടോപ്പ് ലെവലിനെ സ്ട്രാറ്റജിക് എന്നും മിഡിൽ ലെവലിനെ ടാക്ടിക്കൽ എന്നും പറയാറുണ്ട്. ഏറ്റവും ജൂനിയർ ലെവലിനെ ഓപ്പറേഷണൽ മാനേജേഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കമ്പനിക്കകത്ത് ഒരു പിരമിഡ് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് ഓപ്പറേഷൻ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ മിഡിൽ ലെവൽ അല്ലെങ്കിൽ ടാക്ടിക്കൽ മാനേജേഴ്സ് ഉണ്ടാവും. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ട്രാറ്റജിക് മാനേജേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയായിരിക്കും അവരുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കമ്പനിയുടെ ഒരു സമ്മറി, കുറച്ചുകൂടെ ലോങ് ടേം പ്രോസ്പെക്ട്സിലുള്ള കാര്യങ്ങളും ഇൻഫർമേഷനും ആയിരിക്കും അവർ കളക്ട് ചെയ്യുക. മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് പോലെ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം നോക്കുന്ന ആൾക്കാരായിരിക്കും ടാക്ടിക്കൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ജൂനിയർ ലെവൽ ആൾക്കാരെന്ന് പറയുന്നത് അവരാണ് കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ടാസ്കുകളെല്ലാം ചെയ്തു പോകുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഇൻഫർമേഷൻ ആയിരിക്കും വേണ്ടി വരിക. ആൻഡ് ഈ ഓരോ ലെവലിലും അവർ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്. അതിനകത്ത് വരുന്നതാണ് TPS, MIS, TSS, EIS എന്ന് പറയുന്നത്. കമ്പനിയുടെ പല ഫങ്ഷൻസിന് വേണ്ടി അല്ലെങ്കിൽ പല ലെവൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് TPS ആണ്. അത് ഏറ്റവും ജൂനിയർ ലെവലിൽ വരുന്ന ഒരു സിസ്റ്റമാണ്. കമ്പനിക്കകത്തെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ TPS എന്ന് പറയുക. പിന്നെ അതിൻ്റെ ഹയർ ലെവലിൽ വരുന്നതാണ് MIS. നമ്മുടെ മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് സിസ്റ്റംസ് ആണ് MIS എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഒരു വേർഷനാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത്. കമ്പനിക്ക് എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് വന്നാൽ അവിടെ അനലിറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് ആ ഡിസിഷൻ സജസ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റി ചാപ്റ്റർ പഠിക്കുമ്പോൾ സിമുലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പഠിക്കുന്നുണ്ടാവും. അതായത് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് അൺസർട്ടൈൻ വേരിയബിൾസ് വന്നാൽ അതിൽ എന്ത് റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക എന്നറിയാൻ നമ്മൾ സിമുലേഷൻ മോഡൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഹയർ ലെവലിൽ വരുന്ന സിസ്റ്റമാണ് EIS എന്ന് പറയുന്നത്. നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ഇന്റേണൽ ഡാറ്റയും എക്സ്റ്റേണൽ ഡാറ്റയും കണക്ട് ചെയ്തുകൊണ്ട് ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ് EIS എന്ന് പറയുന്നത്. പിന്നെ ഒരു കമ്പനിയുടെ എല്ലാ ഫങ്ഷണൽ ഏരിയാസും കണക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ സോഫ്റ്റ്വെയറിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് ERP സിസ്റ്റംസ് എന്ന് പറയാം. അപ്പോൾ ഒരു ERP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ തന്നെ ആ ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പനിയുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് CRM എന്ന് പറയുന്നത്. ഒരു കമ്പനിയിലെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ, അവർക്ക് വേണ്ട ഓഫർ, അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നൊക്കെ ഒരു CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടായിരിക്കും. സോ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, നമ്മുടെ കമ്പനിക്കകത്ത് യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റംസ്. ഞാനിത് എടുത്ത് ഇങ്ങനെ പറയുന്നത് എക്സാമിന് പലപ്പോഴും സ്റ്റുഡൻസ് ഈ ഏരിയ പഠിക്കാതെ പോകാറുണ്ട്. വെയിറ്റേജ് നോക്കുമ്പോൾ കുറവാണ്, പക്ഷേ
എക്സാമിന് എന്തായാലും ഈ ടോപ്പിക്സിൽ നിന്ന്, ഈ ഒരു സെക്ഷനിൽ നിന്ന് മിനിമം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും. എത്രത്തോളം കൂടുതൽ വരുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും മിനിമം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ എങ്കിലും വരാറുണ്ട്. മേ ബി ഒരു മാക്സിമം ഒരു 6 മാർക്സ് വരെ എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷനിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു സെക്ഷനിൽ കൊടുക്കണം. കുറേ കോൺസെപ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ പഠിക്കാനില്ല. കുറച്ചുകൂടെ ജസ്റ്റ് എന്താ ആ ടേംസും ടെക്നിക്കൽ ടേംസും കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. ബട്ട് അത് അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് പഠിക്കാൻ ശ്രമിക്കണം. ദെൻ പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഇൻഫർമേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. യെസ്, ഒരു ഡൗട്ട് വന്നത് 20 മാർക്കിന് ചോദിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. സെക്ഷൻ എയിലോ സെക്ഷൻ ബിയിലോ വരാം, അപ്പോൾ മേ ബി 2 മാർക്കിന് വരാം. സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ 20 മാർക്കിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാം, വരാം. അപ്പോൾ നോർമലി ഒരു 6 മാർക്സ് വരെയൊക്കെയാണ് അതിൻ്റെ വെയിറ്റേജ് ഉണ്ടാവുക. ഒരു ഫുൾ സെക്ഷൻ സി ക്വസ്റ്റ്യൻ ഇൻഫർമേഷന് മാത്രം കൊടുക്കില്ല. എന്നാൽ നമുക്ക് ആകെ എക്സാമിനുള്ളത് 2 സെക്ഷൻ സി ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഒരു സെക്ഷൻ സി ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് എന്ത് ചെയ്യില്ല, ഇതിൽ വരില്ല. മേ ബി ഒരു 6 മാർക്കൊക്കെ എന്ത് ചെയ്യാം, വരാം. വന്നാലും കൂടുതൽ കണ്ടിരിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കോൺഫിഡൻഷ്യൽ ഡാറ്റയുടെ സെക്യൂരിറ്റി കൂട്ടാനുള്ള മെഷേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പറയാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസ് വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ബിഗ് ഡാറ്റയുടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, സെക്ഷൻ സിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മേ ബി വരാം. ഞാനിതിങ്ങനെ എടുത്തു പറയുന്നത്, ഇവിടെ നമുക്ക് ഭയങ്കരമായ കോൺസെപ്റ്റോ വലിയ പ്രോസസ്സുകളോ ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 2 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, മിനിമം അപ് ടു ഒരു 6 മാർക്സ് വരെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ്, ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ സെർച്ച് എഞ്ചിനോ സോഷ്യൽ മീഡിയ സൈറ്റുകളോ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ, അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ട്രാക്ക് ചെയ്ത് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ജനറലി നമ്മൾ ബിഗ് ഡാറ്റ എന്ന് പറയാം. ആ ബിഗ് ഡാറ്റ കമ്പനീസ് യൂസ് ചെയ്യുന്നത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനും അതുപോലെ ട്രെൻഡും അസോസിയേഷൻസും പാറ്റേൺസും ചേഞ്ചസും മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ബിഗ് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗൂഗിളിൻ്റെ കയ്യിൽ നമ്മൾ എല്ലാവരും ഡെയിലി ബേസിൽ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട റീലുകൾ അവർക്ക് കാണിക്കാൻ പറ്റുന്നു എന്നുള്ളത് ബിഗ് ഡാറ്റയുടെ യൂസ് ആണ്. അപ്പോൾ കസ്റ്റമർ ഇൻട്രസ്റ്റും ട്രെൻഡും എല്ലാം മനസ്സിലാക്കാനും മാർക്കറ്റ് ചെയ്യാനും അതുവഴി ബെറ്റർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ബിഗ് ഡാറ്റ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാൻ, ഒരു ട്രഡീഷണൽ എൻ്റർപ്രൈസ് ഡാറ്റ പോലെയല്ല ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു 5 ഫാക്ടേഴ്സ്, 5 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് 5 V's എന്ന് നമ്മൾ പറയാറുണ്ട്. വോളിയം, വെലോസിറ്റി, വെറൈറ്റി, വെറാസിറ്റി ആൻഡ് വാല്യൂ. വോളിയം എന്ന് പറയുന്നത് ബിഗ് ഡാറ്റയുടെ സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ്. വെറൈറ്റി എന്നുള്ളത് ബിഗ് ഡാറ്റയ്ക്കകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, അതിൻ്റെ ഡൈവേഴ്സിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ്. വെലോസിറ്റി ബിഗ് ഡാറ്റ ക്രിയേറ്റ് ആവുന്ന സ്പീഡ്, അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ്. വെറാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ആക്യുറസി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ്. വാല്യൂ എന്ന് പറയുന്നതിൻ്റെ ബെനിഫിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ്. അങ്ങനെ ഒരു ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ 5 V's എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. പിന്നെ ബിഗ് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിങ്ങിന്, ഈ ഡാറ്റ കളക്ട് ചെയ്തത് കൃത്യമായി പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുക, ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുക. ദെൻ ബിഗ് ഡാറ്റ യൂസ് ചെയ്ത് കമ്പനി ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ഇതിനെയാണ് നമ്മൾ ബിഗ് ഡാറ്റ പിരമിഡ്, അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെയാണ് ബിഗ് ഡാറ്റ പിരമിഡ് എന്ന് പറയാം. എപ്പോഴും ഒരു പിരമിഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും റെപ്രസെൻറ്റ് ചെയ്യാൻ ലൈൻ ഗ്രാഫോ ബാർ ചാർട്ടോ പൈ ചാർട്ടോ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ, അതായത് ഓരോ സിറ്റുവേഷനിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗ്രാഫ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ എവിടെയാണ് നമ്മൾ പിരമിഡ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. പിരമിഡ് എന്ന് പറയുന്നത് ഒരു ഹയറാർക്കി മനസ്സിലാക്കാനും, അതായത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും അതിൻ്റെ ഒരു സൈസ് അറിയാനും, അപ്പോഴാണ് നമ്മൾ നോർമലി പിരമിഡ് യൂസ് ചെയ്യുക. അതായത് പിരമിഡിൻ്റെ ഏറ്റവും ടോപ്പിൽ ആരാണ്, ഏറ്റവും ബോട്ടം അല്ലെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്ന ആരാണ്, ആ താഴെ കിടക്കുന്ന ആൾക്കായിരിക്കും വിട്ട് അല്ലെങ്കിൽ അതായിരിക്കും കൂടുതലുണ്ടാവുക. ഇപ്പോൾ നമ്മൾ മാനേജേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ നമ്മൾ മാനേജേഴ്സിന് സ്ട്രാറ്റജിക്, ടാക്ടിക്കൽ, അതുപോലെ ഓപ്പറേഷണൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, 3 ലെവലായിട്ട് പറയാറുണ്ട്. ടോപ്പ് ലെവലിൽ സ്ട്രാറ്റജിക് വരും. എന്തുകൊണ്ടാണ്? അവരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. പ്ലസ് അവരുടെ എണ്ണം, ഒരു കമ്പനിക്കകത്ത് സ്ട്രാറ്റജിക് മാനേജേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അതിന് താഴെയായിരിക്കും ടാക്ടിക്കൽ വരിക, അവർ കമ്പാരിറ്റീവ്ലി അവരുടെ എണ്ണം കൂടുതലായിരിക്കും. ഏറ്റവും താഴെയാണ് ഓപ്പറേഷണൽ മാനേജേഴ്സ്. ഒരു കമ്പനിയിൽ അവരുടെ എണ്ണമായിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക. അതേപോലെ ബിഗ് ഡാറ്റ പിരമിഡിലേക്ക് നോക്കുമ്പോൾ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ഇനീഷ്യലി കമ്പനി കളക്ട് ചെയ്യുന്ന ആ റോ ഐറ്റത്തിന് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നു. അതിനുശേഷം അതിൽ നിന്ന് ഇൻഫർമേഷൻ വരുന്നു, അതിൽ നിന്ന് നോളജ് വരുന്നു, അതിൽ നിന്ന് വിസ്ഡം വരുന്നു. എന്താണ് ബേസിക്കലി ഡാറ്റ എന്ന് പറഞ്ഞാൽ? നമ്മൾ കളക്ട് ചെയ്യുന്ന റോ ട്രാൻസാക്ഷൻസ്, ഫാക്ട്സ്, ഫിഗേഴ്സ്, ഇതിനെയാണ് ഒരു കമ്പനി ഡാറ്റ എന്ന് പറയുന്നത്. അത് ഫർദർ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക. അതായത് കമ്പനിക്കകത്ത് ഡാറ്റ പ്രോസസ്സ് ചെയ്യുമ്പോൾ
പല ഐറ്റംസ് തമ്മിലുള്ള കണക്ഷൻസോ അസോസിയേഷൻസോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത്, ഒരു ഹൈപ്പർ മാർക്കറ്റിനകത്ത് കമ്പനി കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും, എല്ലാ സെയിൽസും അനലൈസ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി പല പ്രൊഡക്റ്റിനെയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡയറി മിൽക്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസും അതിൻ്റെ ഡിമാൻഡും കണക്റ്റഡ് ആണ്. അത് കൂടുതൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ 5% പ്രൈസ് കുറയ്ക്കുമ്പോൾ ഡിമാൻഡ് എത്രത്തോളം കൂടിയിട്ടുണ്ട്, 10% നമ്മൾ പ്രൈസ് കുറയ്ക്കുമ്പോൾ ഡിമാൻഡ് എത്രത്തോളം കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻസ് എടുക്കാം. അതിനെയാണ് നമ്മൾ വിസ്ഡം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വിത്തിൻ 1 മന്ത് എക്സ്പയർ ആവുന്ന ഒരു 1000 യൂണിറ്റ്സ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് വിറ്റ് പോവാൻ ഞാൻ എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം, എത്ര പെർസെൻറ്റേജ് എൻ്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യണം, ഇതൊക്കെ എന്ത് ചെയ്യാം, ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബിഗ് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ വരെ എത്തുന്ന ആ 4 സ്റ്റേജസിനെയാണ് നമ്മൾ ബിഗ് ഡാറ്റ പിരമിഡ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയുന്നു, ഇനീഷ്യലി കളക്ട് ചെയ്യുന്ന റോ ഐറ്റത്തിന് ഡാറ്റ എന്നും, ഫർദർ പ്രോസസ് ചെയ്ത് കിട്ടുന്ന ഐറ്റത്തിന് ഇൻഫർമേഷൻ എന്നും, അതൊന്നും കൂടെ പ്രോസസ് ചെയ്ത് അസോസിയേഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതിന് നോളജ് എന്നും, അത് ഡിസിഷനിലേക്ക് യൂസ് ചെയ്യുന്നതിന് വിസ്ഡം എന്നും നമ്മൾ പറയുന്നു. ഇതും എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബിഗ് ഡാറ്റയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ജനറലി ബിഗ് ഡാറ്റ യൂസ് കമ്പനി പേഴ്സ്പെക്റ്റീവിൽ ബിഗ് ഡാറ്റയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബെറ്റർ മാർക്കറ്റിംഗ്, അതുപോലെ ട്രെൻഡ് അസോസിയേഷൻസ് ഒക്കെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, ബെറ്റർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്. ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്ന് പറയുന്നത്, ബിഗ് ഡാറ്റ ഒരു കൺസ്യൂമർ പേഴ്സ്പെക്റ്റീവിൽ അവരുടെ പ്രൈവസിക്ക് ഒരു ത്രെട്ടാണ്. പ്ലസ് ഇത്രയും ഡാറ്റ കളക്ട് ചെയ്യാനുള്ള കോസ്റ്റ്, അത് സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ്, പ്ലസ് അതിൻ്റെ ഒരു സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി, ഇങ്ങനെയുള്ള ചലഞ്ചസും കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഇന്ന് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡാറ്റ വിഷ്വലൈസേഷൻ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ട് ഒരു കാര്യം എഴുതി ചെയ്യുന്നതോ അല്ലെങ്കിൽ പറയുന്നത് പോലെയല്ല, ഇന്ന് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ ഒരുപാട് ഡിഫറെൻറ്റ് ടൂളുകൾ അവൈലബിൾ ആണ്. എസ്പെഷ്യലി നമുക്ക് ഗ്രാഫുകളായിട്ടോ ചാർട്ടുകളായിട്ടൊക്കെ എന്ത് ചെയ്യാം, അത് പറയാനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും അങ്ങനെയുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ഒരു കാര്യം കുറച്ചുകൂടെ ബെറ്ററായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ടേബിളോ അല്ലെങ്കിൽ ലൈൻ ഗ്രാഫോ ബാർ ചാർട്ടോ പൈ ചാർട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഒരിക്കലും ഇതൊന്നും എക്സാമിന് വരയ്ക്കണം എന്നില്ല. ഇപ്പം നമുക്കറിയാം CBA എക്സാമാണ്, ബട്ട് ഇതിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ്, മേ ബി ഒരു അനാലിസിസോ കാര്യങ്ങളോ ഈ ഒരു ചാർട്ട് തന്നു കഴിഞ്ഞാൽ, ഒരു ടേബിളോ ചാർട്ടോ തന്നാൽ നമുക്ക് ചെയ്യാൻ അറിയണം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ആ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു നോട്ട് ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത് നമ്മുടെ എന്താണോ PMൻ്റെ സ്റ്റഡി ഹബിനകത്തുള്ളത് അതിൻ്റെ ഒരു ഷോർട്ട് വേർഷനാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പ്ലസ് നമ്മൾ ഓരോ ചാപ്റ്ററും അതിലെ കീ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ അഡീഷണൽ നോട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ നോട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കൊടുത്തേക്കുന്നത്, നമ്മൾ ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് പുറമെ നമ്മൾ റിവിഷൻ കിറ്റൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് അതിനകത്തുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്നു. ഇപ്പോൾ TPS നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ TPS പഠിച്ചു. അപ്പോൾ TPSനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും സിലബസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം, നമ്മുടെ ഷോർട്ട് നോട്ട്സിലുണ്ടാവും. ബട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ TPSൻ്റെ ഒരു ബെനിഫിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചോ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ വരാം. അത് സിലബസിൽ ഡയറക്റ്റ്ലി പഠിക്കാനുണ്ടാവില്ല, എന്നാൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അത് പലപ്പോഴും സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ അഡീഷണൽ നോട്ട്സിൽ കൊടുത്തേക്കുന്നത്. അതായത് ഡയറക്റ്റ്ലി സിലബസിലില്ല, എന്നാൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അഡീഷണൽ പോയിന്റ്സ്, അതാണ് ഇവിടെ നമ്മൾ അഡീഷണൽ നോട്ട്സിൽ കൊടുത്തേക്കുന്നത്. ഇതും വായിച്ചു പോയി കഴിഞ്ഞാൽ എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് നമ്മൾ അഡീഷണൽ നോട്ട്സ് കൊടുത്തേക്കുന്നത്. അത് ഡയറക്റ്റ്ലി സ്റ്റഡി ഹബിലോ സിലബസിലോ ഇല്ല, ബട്ട് ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉള്ള അഡീഷണൽ കാര്യങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും എൻഡിൽ അതിൻ്റെ സമ്മറി കൊടുത്തിട്ടുണ്ട്. ഒരു ക്വിക്ക്ലി നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ, ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ മെയിൻ പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമ്മറി യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയായിരുന്നു നമ്മുടെ ഇൻഫർമേഷൻ്റെ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സെക്ഷൻ B എന്ന് പറയുന്നത് കോസ്റ്റിംഗ് ടെക്നിക്സ് ആയിരുന്നു. കോസ്റ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടെക്നിക് ആയിരുന്നു. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ MAയിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് റിവിഷൻ പോലെ നമ്മളിവിടെ ഏറ്റവും ആദ്യം കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി എന്താണ് കോസ്റ്റിംഗ്, ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന്, എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ കോസ്റ്റിംഗ് എന്ന് പറയാറുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ടേംസും അല്ലെങ്കിൽ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് കോസ്റ്റ് ബിഹേവിയർ പാറ്റേൺ ഉണ്ടായിരുന്നു, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, സ്റ്റെപ്പ് കോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ വേരിയബിൾ കോസ്റ്റ് നമുക്കറിയാം, ഒരു കോസ്റ്റ് യൂണിറ്റ്സിനനുസരിച്ച് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്നും, അതല്ല ഫിക്സഡ് ആയിട്ട് ചേഞ്ച് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അതിനാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ടായിരുന്നു. നമ്മളൊരു കോസ്റ്റ് സ്പെസിഫിക്കലി നമുക്കൊരു യൂണിറ്റിലേക്കോ പ്രൊഡക്റ്റിലേക്കോ
ട്രേസ് ചെയ്യാൻ, ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറ്റാത്ത കോസ്റ്റുകളാണ് നമ്മൾ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡ് കോസ്റ്റ് ആയിട്ട് എടുക്കുക. പിന്നെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റിനെ, ഏത് പ്രൊഡക്റ്റ് എടുത്താലും അതിൻ്റെ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയാം. ആ ഒരു ടേമിൻ്റെ റെലവൻസ് ഇതാണ്. ഇപ്പം നമ്മളൊരു ഐഫോൺ എടുക്കുകയാണെങ്കിൽ ഒരു ഐഫോൺ എന്ന് പറയുന്ന പോലെ ഒരു, ഇപ്പോൾ പെട്രോൾ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ഒരു പെട്രോൾ എന്നല്ല നമ്മൾ പറയാം, 1 ലിറ്റർ എന്നാണ്. അപ്പോൾ എന്താണോ നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ്, ആ ഒരു ഫിസിക്കൽ മെഷർ, അതിനെ ജനറലൈസ് ചെയ്ത് പറയുന്ന ടേമാണ് കോസ്റ്റ് യൂണിറ്റ്. അതുപോലെ ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു മെഷീനെയൊക്കെ കോമൺ ആയിട്ട് പറയുന്നതാണ് കോസ്റ്റ് സെൻറ്റർ. പിന്നെ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ടേം. ഇതൊന്നും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ ബേസിക്സ് ഒന്നും ഡയറക്റ്റ്ലി എക്സാമിന് വാട്ട് ഇസ് പ്രൈം കോസ്റ്റ്, എക്സ്പ്ലെയിൻ പ്രൈം കോസ്റ്റ് എന്നൊന്നും ക്വസ്റ്റ്യൻ വരില്ല. പക്ഷെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഈ ടേംസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇപ്പോൾ പ്രൈം കോസ്റ്റിലേക്ക് വരികയാണ്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ മൊത്തം ഡയറക്റ്റ് കോസ്റ്റിൻ്റെ സമ്മാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കൺവേർഷൻ കോസ്റ്റ് ഉണ്ട്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയലിനെ പ്രൊഡക്റ്റായി കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന അഡീഷണൽ പ്രോസസ്സിംഗ് കോസ്റ്റ്, ലൈക്ക് ലേബർ അല്ലെങ്കിൽ അഡീഷണൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത്, ഓവർ ഹെഡ്സ് ഉണ്ടെങ്കിൽ അത്, അതൊക്കെയാണ് കൺവേർഷൻ കോസ്റ്റിൽ വരിക. ഇതൊക്കെയായിരുന്നു ബേസിക് ടേംസ് ഉണ്ടായിരുന്നത്. പിന്നെ 2 ട്രഡീഷണൽ കോസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കോസ്റ്റുകളും ഇവിടെ പെർ യൂണിറ്റ് ആക്കുന്നുണ്ട്. എല്ലാ പ്രൊഡക്ഷൻ കോസ്റ്റുകളും ഇൻക്ലൂഡിങ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് നമ്മൾ പെർ യൂണിറ്റ് എടുക്കുന്നുണ്ട്. മാർജിനൽ കോസ്റ്റിംഗിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റുകൾ മാത്രമേ പെർ യൂണിറ്റ് ബേസിസിൽ എടുക്കുന്നുള്ളൂ. ഫിക്സഡ് കോസ്റ്റുകൾ യൂണിറ്റ്സുമായി റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് അതിനെ ടോട്ടലായി തന്നെ ട്രീറ്റ് ചെയ്യുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മുടെ സിലബസിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക മാർജിനൽ കോസ്റ്റിംഗ് ആണ്. റീസൺ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആണ് കൂടുതൽ പഠിക്കുന്നത്. പിന്നെ നമ്മുടെ സിലബസിലേക്ക് വന്നാൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ABC എന്ന് പറയുന്നത്. കാരണം ABC ആസ് എ കോസ്റ്റിംഗ് ടെക്നിക്ക് മാത്രമല്ല, ഒരു ബഡ്ജറ്റിംഗ് ടെക്നിക്കായിട്ടും എൻവിയോൺമെൻറ്റൽ കോസ്റ്റിങ്ങിലും ഒക്കെ ABC കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ പഠിക്കണം. കോൺസെപ്റ്റ് ഭയങ്കര സിമ്പിളാണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമ്മളൊരു കമ്പനിയിൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രഡീഷണൽ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനേക്കാൾ ബെറ്ററായി കോസ്റ്റ് അലൊക്കേഷൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ABC എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ കുറച്ചും കൂടെ ബെറ്റർ വേർഷനാണ് ABC എന്ന് പറയുന്നത്. അപ്പോൾ ABCയിലോട്ട് വരുമ്പോൾ കമ്പനി ഓവർ ഹെഡ്സിനെ, കമ്പനിയിലുണ്ടാകുന്ന കോമൺ കോസ്റ്റുകളെ കുറച്ചും കൂടെ ഫെയർ ബേസിസിലായിരിക്കും പ്രൊഡക്ട്സിലേക്ക് അലൊക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ABCയുടെ മെയിൻ പോയിന്റ്. കുറച്ചും കൂടെ ഫെയർ ബേസിസിൽ കോസ്റ്റുകളെ പ്രൊഡക്ട്സിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. അവിടെ കമ്പനി ഓരോ കോസ്റ്റുകളെയും സെപ്പറേറ്റ് കാറ്റഗറി ആയി എടുക്കുന്നു ആൻഡ് അതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ കോസ്റ്റ് ഡ്രൈവേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ കോസ്റ്റ് ഡ്രൈവറിൻ്റെ ബേസിസിലായിരിക്കും കോസ്റ്റ് അലോക്കേഷൻ നമ്മൾ ചെയ്യുക. ഇതാണ് ABCയുടെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ. അവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഓവർ ഹെഡ് കോസ്റ്റ് തന്നാൽ അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. കോസ്റ്റ് ഡ്രൈവർ ബേസിക്കലി ഒരു കോസ്റ്റിൻ്റെ റീസൺ എന്താണോ അല്ലെങ്കിൽ എന്ത് ബേസിലാണ് കോസ്റ്റ് ഡിവൈഡ് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുക. ഈ ഒരു ടോപ്പിക്ക് എക്സാമിന് കാൽക്കുലേഷൻസ് വരാൻ മേ ബി സെക്ഷൻ എയിലോ സെക്ഷൻ ബിയിലോ വരാനുള്ള ചാൻസ് ഉണ്ട്. കാൽക്കുലേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം വലിയ കാൽക്കുലേഷൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ABCയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഫെയർ ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ സെല്ലിംഗ് പ്രൈസും കോസ്റ്റും ഒക്കെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ABCയുടെ ഓവർ ഹെഡ് കോസ്റ്റ് കാൽക്കുലേഷൻ, കോസ്റ്റ് കൺട്രോളിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ ഓരോ കോസ്റ്റുകളുടെയും റീസൺസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കോസ്റ്റ് നോക്കി അത് എന്തുകൊണ്ട് സംഭവിച്ചു, അതിൻ്റെ റീസൺ ആരാണ്, അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ കോസ്റ്റ് കൺട്രോളിങ് കുറച്ചും കൂടെ എന്തായിരിക്കും, ഈസി ആയിരിക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അബ്സോർപ്ഷനും ABCയും ഒരേപോലെയുള്ള ടെക്നിക്കാണ്. ഒറ്റ ഡിഫറൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫെയർ ബേസിസിൽ കോസ്റ്റ് അലോക്കേഷൻ നടക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പിന്നെ ABCയുടെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ABCയുടെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ABCയും ഒരു പെർഫെക്റ്റ് മെത്തേഡ് അല്ല. അതിനും കുറച്ചൊക്കെ ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനുള്ള അതേ കുറച്ച് ലിമിറ്റേഷൻസ് ABCയിലും വരുന്നുണ്ട്. പിന്നെ ഇതൊരു മാർജിനൽ കോസ്റ്റിംഗ് പോലെ, ഒരു റെലവൻറ്റ് കോസ്റ്റിംഗ് പോലെ ഒരു ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കായിട്ട് നമുക്ക് ABC യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്കിവിടെ പഠിക്കാനുണ്ടായിരുന്നത് ABCയുടെ ചാപ്റ്ററിൽ. അവിടെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ അഡീഷണൽ നോട്ട്സും സമ്മറി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈം ഉള്ളതിനനുസരിച്ച് ഇത് വായിച്ച് നോക്കണം. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് വരുന്നു.
ടാർഗറ്റ് കോസ്റ്റിംഗ് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കോൺസെപ്റ്റ് ഒക്കെ സിമ്പിൾ ആണ്. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് അനാലിസിസ് നടത്തി അതിനൊരു ടാർഗറ്റ് സെല്ലിംഗ് പ്രൈസും ടാർഗറ്റ് പ്രോഫിറ്റും ഒരു ടാർഗറ്റ് കോസ്റ്റും സെറ്റ് ചെയ്ത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മെഷേഴ്സ് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന, എല്ലാം നേരത്തെ പ്ലാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സെല്ലിംഗ് പ്രൈസ്, ഒരു കോമ്പറ്റീറ്റീവ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാം. എന്ന് വെച്ചാൽ ആൾക്കാർ വാങ്ങാൻ ചാൻസ് ഉള്ള ഒരു സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. പ്ലസ് കോസ്റ്റ് റിഡക്ഷൻസ് നമുക്ക് കുറച്ചുകൂടെ നേരത്തെ ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് എങ്ങനെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാം. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയാൽ എങ്ങനെ അത് കുറയ്ക്കാൻ പറ്റും. അത് ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട പോയിന്റ്സ് അല്ല. ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രൊഡക്റ്റ് തന്നാൽ ആ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയലോ അതിൽ വരുന്ന കോമ്പണൻസോ അതിൻ്റെ ലേബറോ അങ്ങനെ എന്തൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഓർക്കുക. ബട്ട് ഒരിക്കലും അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. കാരണം നമ്മൾ ഒരു കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്താൽ അഗെയിൻ കമ്പനിയുടെ സെയിൽസ് ആണ് അവിടെ കുറയുന്നത്. അപ്പോൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ദെൻ ഇതിനിടയിൽ ഒരു ഡൗട്ട് വന്നത് ഷാഡോ പ്രൈസ് പറയാമോ എന്നുള്ളതാണ്. നമുക്ക് ആ ടോപ്പിക്ക് എത്തുന്നേ ഉള്ളൂ. എന്ത് ചെയ്യാം, നമ്മൾ എല്ലാ മെയിൻ ടോപ്പിക്സും ഡിസ്കസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും പോവാം. ആകെ ഒറ്റ കാര്യം, അതിൻ്റെ കാൽക്കുലേഷൻസിലേക്ക് മാത്രം നമുക്ക് പോകാൻ പറ്റില്ല. എക്സാമ്പിൾസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല, അതിനുള്ള ടൈം ഉണ്ടാവില്ല. അതല്ലാതെ എല്ലാ ടോപ്പിക്കും ബേസിക്കലി മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ പോവുക കേട്ടോ. ഷാഡോ പ്രൈസിൻ്റെ ടോപ്പിക്കിലേക്ക് എത്തുന്നേ ഉള്ളൂ. ദെൻ ഈ ചാപ്റ്ററിലും നമ്മൾ നോട്ട്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ ടാർഗറ്റ് കോസ്റ്റിംഗിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ സർവീസ് ഇൻഡസ്ട്രിയിൽ അത് അപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റിൽ പല സ്റ്റുഡൻസിനും ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ടാർഗറ്റ് കോസ്റ്റിംഗ് മാനുഫാക്ചറിങ്ങിലും സർവീസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് സർവീസിൽ യൂസ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതായത് സർവീസ് ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ഇല്ലാത്തത് കൊണ്ടും ടാർഗറ്റ് കോസ്റ്റിംഗ് അവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ടാർഗറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഉണ്ട്. എന്താ, അവിടെ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കോസ്റ്റ് റിഡക്ഷൻ്റെ സ്കോപ്പ് കുറവാണ്. പ്ലസ് അത് ഹെട്രോജീനിക് ആയതുകൊണ്ട്, ദാറ്റ് ഈസ് ഓരോ തവണ സർവീസസ് കൊടുക്കുമ്പോഴും ഓരോ രീതിയിലാവുന്നത് കൊണ്ട് നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് ടാർഗറ്റ് കോസ്റ്റിംഗ് അവിടെ സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് നമ്മൾ പറയും. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മുടെ ടാർഗറ്റ് കോസ്റ്റിംഗിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ടായിരുന്നത് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ആയിരുന്നു. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗും കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസോ ഒരു കമ്പനി അതിൻ്റെ ഫുൾ ലൈഫ് സൈക്കിൾ വെച്ച് ഇവാലുവേറ്റ് ചെയ്യാണ്. ഒരു ഇയർലി ബേസിസിൽ എഫേഴ്സ് എടുക്കാതെ, പ്രോഫിറ്റ് എടുക്കാതെ, അതിൻ്റെ ഹോൾ ലൈഫ് സൈക്കിളിലെ റവന്യൂവും കോസ്റ്റും പ്രോഫിറ്റും ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് കോസ്റ്റ് കാൽക്കുലേഷനും അതുപോലെ ഡെസിഷൻസും എടുക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതും വേറെ പല സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എസ്പെഷ്യലി നമ്മുടെ എൻവിയോൺമെൻറ്റൽ കോസ്റ്റിങ്ങിലൊക്കെ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിന് ഒരു 5 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് തൊട്ട് ഡിക്ലൈൻ വരെയുള്ള ഒരു 5 സ്റ്റേജസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേജും എങ്ങനെയാണ്, എന്തൊക്കെ കോസ്റ്റുകൾ വരാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഈ ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ എക്സാമിന് ഈ ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആയിട്ടുള്ള രീതിയിൽ വരാറുണ്ട്. ടഫ് എന്ന് ഞാൻ പറയുന്നതൊക്കെ നമുക്ക് എക്സാമിന് പോകുന്ന സ്റ്റുഡൻസിൻ്റെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പം ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. സ്റ്റുഡൻസിന് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ പലപ്പോഴും ഡിഫിക്കൽട്ട് ആവാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് കോൺസെപ്റ്റ് വൈസ് ഭയങ്കര സിമ്പിളാണ്. പക്ഷെ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ അത് ഇപ്പോൾ ഒരു കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 4 വർഷം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നു. ഒരു ബാങ്കിൽ ഒരു കസ്റ്റമർ അക്കൗണ്ട് എടുത്താൽ ചിലപ്പോൾ അതൊരു 10 വർഷം ഉണ്ടാവും. അപ്പോൾ ആ 10 വർഷത്തെ റവന്യൂസും കോസ്റ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതായത് കുറച്ചും കൂടെ ഡാറ്റ കൂടുതൽ വരാം. ലൈഫ് സൈക്കിൾ ഒരു 10-15 വർഷത്തെ ഡാറ്റ തന്ന് അതിൻ്റെ കാൽക്കുലേഷൻസ് വരാം. അവിടെ ലൈഫ് സൈക്കിൾ കോസ്റ്റുകൾ മാത്രമല്ല, റവന്യൂസോ പ്രോഫിറ്റോ അതൊക്കെ പെർ യൂണിറ്റോ എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാം. അപ്പോൾ അതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. സെക്ഷൻ സിയിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, വരാം. പിന്നെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കതിൻ്റെ റിട്ടേൺ മാക്സിമൈസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും കൂടുതൽ കാലം മാർക്കറ്റിൽ നിൽക്കുന്നതാണ് നല്ലത്.
പിന്നെ എപ്പോഴും ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഫേസ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാർഗറ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ സർവീസ് ഇൻഡസ്ട്രിയിൽ അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു. സോ ടാർഗറ്റ് കോസ്റ്റിംഗ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗിലേക്ക് വരുമ്പോൾ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. നമുക്ക് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് നമുക്ക് സർവീസിലോ മാനുഫാക്ചറിങ്ങിലോ പ്രൊജക്റ്റിലോ ഒരു പ്രൊഡക്റ്റിലോ ഒരു കസ്റ്റമറുടെ കാര്യത്തിലോ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസും മെയിൻലി ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ പ്രോഫിറ്റബിലിറ്റി നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള അഡ്വാൻറ്റേജസും കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇത്രയാണ് നമ്മുടെ ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൽ വരുന്നത്. ദെൻ പിന്നെ വരുന്ന ചാപ്റ്റർ ത്രൂപുട്ട് അക്കൗണ്ടിങ് ആയിരുന്നു. ത്രൂപുട്ട് അക്കൗണ്ടിങ് പലപ്പോഴും സ്റ്റുഡൻസിന് കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ചാപ്റ്ററാണ്. കാരണം ടാർഗറ്റോ ലൈഫ് സൈക്കിളോ പോലെ ഒരു സിമ്പിൾ ഡെഫിനേഷൻ വെച്ച് ത്രൂപുട്ട് അക്കൗണ്ടിങ് മൊത്തം പഠിക്കാൻ പറ്റില്ല. കുറച്ചധികം കോൺസെപ്റ്റ് അവിടെ വന്നു പോകുന്നുണ്ട്. അതിലൊന്ന് ജസ്റ്റ് ഇൻ ടൈം ആണ്. പല കമ്പനീസും മോഡേൺ സിറ്റുവേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചറാണ്, അല്ലെങ്കിൽ ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റ് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാതെ കസ്റ്റമർ ഡിമാൻഡിനനുസരിച്ച് കസ്റ്റമർ ഡിമാൻഡ് എന്താണോ അതിന് മീറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഓർഡർ കിട്ടി അതിനുശേഷം മാത്രം പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻവെൻട്രി ലെവൽസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ട്രഡീഷണലി ഒരു കമ്പനി റോ മെറ്റീരിയൽസോ ഫിനിഷ്ഡ് ഗുഡ്സോ ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഇൻ ടൈമിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. വളരെ മിനിമൽ ഇൻവെൻട്രി മാത്രമേ അവിടെ കീപ്പ് ചെയ്യുന്നുള്ളൂ. ഐഡിയൽ ലെവലിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈമിലെ ഇൻവെൻട്രി ലെവൽസ് 0 ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മാച്ച് ആവുന്ന ഒരു കോസ്റ്റിംഗ് കോൺസെപ്റ്റാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ കമ്പനി മെറ്റീരിയൽ ഹോൾഡ് ചെയ്യാത്തത് കൊണ്ട് കമ്പനിയുടെ ഫാക്ടറിയും ബാക്കി എല്ലാ കാര്യങ്ങളും ഫുൾ ടൈം കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം കമ്പനിയുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഓർഡറിനനുസരിച്ച് മാത്രം കമ്പനി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമായിരിക്കും നോർമലി വേരിയബിൾ ആയിട്ട് വരിക. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എടുക്കുന്ന ഒരു അസംഷൻ, നിങ്ങൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അസംഷൻ അവിടെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് വേരിയബിൾ. ബാക്കിയുള്ള എല്ലാ കോസ്റ്റുകളും ട്രഡീഷണലി വരുന്ന ലേബറും ഓവർ ഹെഡ്സും കംപ്ലീറ്റ്ലി ഫിക്സഡ് ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ലേബർ കോസ്റ്റ് ഫിക്സഡ് ആണോ വേരിയബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അസംഷൻ ബാക്കി എല്ലാ കോസ്റ്റും അതർ ദാൻ മെറ്റീരിയൽ ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ഫിക്സഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ റെലവൻ്റ് ആയി വരുന്നൊരു മെഷറാണ് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റവന്യൂവിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് അറിയാവുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ്. സ്പെസിഫിക്കലി പ്രൊഡക്റ്റിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ്. അപ്പോൾ അത് മൈനസ് ചെയ്താൽ ബാലൻസ് വരുന്ന എമൗണ്ട് ആണ് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അവിടെ ത്രൂപുട്ട് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അവിടെ ഒരു കമ്പനിയുടെ ത്രൂപുട്ട് മാക്സിമൈസേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ ബോട്ടിൽ നെക്ക് റിസോഴ്സ് അല്ലെങ്കിൽ ബൈൻഡിങ് കൺസ്ട്രെയിൻ എന്ന് പറയാം. ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ ലിമിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്പനിക്കുള്ള പ്രോസസ്സുകളിൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ കമ്പനിയുടെ ഏറ്റവും കപ്പാസിറ്റി കുറവുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ബോട്ടിൽ നെക്ക് റിസോഴ്സ് എന്ന് പറയാം. അത് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോസസ്സോ ഒരു ആക്ടിവിറ്റിയോ ആയിരിക്കും. ഇത് വന്നാൽ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് വിചാരിച്ചതുപോലെ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പനിക്കകത്ത് ബോട്ടിൽ നെക്ക് വന്നാൽ അതെങ്ങനെ നന്നായി ഡീൽ ചെയ്യാം, അതായത് ഇൻവെൻട്രീസ് അധികം വരാതെ എന്നാൽ മാക്സിമം ഔട്ട്പുട്ട് മീറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ കമ്പനിയിലെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം എന്നുള്ളതിനാണ് നമ്മൾ തിയറി ഓഫ് കൺസ്ട്രെയിൻസിൽ പഠിക്കുന്നത്. അവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: കമ്പനിക്കകത്ത് ബോട്ടിൽ നെക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും അതിലേക്ക് കണക്ട് ചെയ്ത് ബാക്കി എല്ലാവരും അതേ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബോട്ടിൽ നെക്ക് ഉണ്ടെങ്കിൽ ബോട്ടിൽ നെക്കിൻ്റെ കപ്പാസിറ്റി ഭയങ്കര കുറവായിരിക്കും. എന്നുവെച്ചാൽ ബാക്കിയുള്ളവരുടെ കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർ കുറച്ച് സമയം വെറുതെ ഇരുന്നാൽ മാത്രമായിരിക്കും ബോട്ടിൽ നെക്കിൻ്റെ അതേ സ്പീഡിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുക. ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ബോട്ടിൽ എടുത്താൽ അതിൻ്റെ ക്യാപ്പ് എവിടെയാണോ, അല്ലെങ്കിൽ ആ ബോട്ടിൽ നെക്ക് എന്താണോ അതേപോലെ തന്നെയാണ് കമ്പനിക്കകത്ത് ബോട്ടിൽ നെക്കിൻ്റെ മീനിങ്. അതായത് ബാക്കിയുള്ള പ്രോസസ്സുകളുടെ അത്ര കപ്പാസിറ്റി ബോട്ടിൽ നെക്കിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബോട്ടിൽ നെക്കിൽ എത്തുമ്പോൾ പ്രോസസ്സുകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളൊക്കെ കൂടുതൽ പെൻഡിങ് ആവും, അല്ലെങ്കിൽ കൂടുതൽ ടൈം എടുക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ കമ്പനിക്കകത്ത് ബോട്ടിൽ നെക്ക് റിസോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലസ് കമ്പനിക്ക് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പനിക്ക് എല്ലാ പ്രൊഡക്റ്റിനെയും ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കമ്പനി അവിടെ പ്രൊഡക്ട്സിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എടുക്കേണ്ടി വരും. അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ പറയുന്നത് ഇതാണ്: ആരാണോ നിങ്ങളുടെ ലിമിറ്റിംഗ് റിസോഴ്സ്, അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ ബൈൻഡിങ് കൺസ്ട്രെയിൻറ്റ് ബോട്ടിൽ നെക്ക് റിസോഴ്സ്, അതിൻ്റെ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഏത് പ്രൊഡക്റ്റിലാണോ കിട്ടുന്നത് ആ പ്രൊഡക്റ്റ് ആദ്യം ചെയ്യാം. എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി പറഞ്ഞാൽ ഇതായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക റിട്ടേൺ പെർ അവർ. അതായത് ബോട്ടിൽ നെക്ക് ഒരു പ്രൊഡക്റ്റിന് വേണ്ടി 1 hour വർക്ക് ചെയ്താൽ ഉണ്ടാവുന്ന റിട്ടേൺ,
ആ റിട്ടേൺ ഏറ്റവും കൂടുതൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണോ അതായിരിക്കും നോർമലി നമ്മൾ ആദ്യം ചെയ്യുക. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ മിനിമം ഡിമാൻഡോ മിനിമം പ്രൊഡക്ഷൻ്റെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് വേണം എന്ത് ചെയ്യാൻ, ആദ്യം മീറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പറയാണ് പ്രൊഡക്റ്റ് എ ബി സി മൂന്ന് പ്രൊഡക്റ്റ് മിനിമം 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് മിനിമം 100 യൂണിറ്റ്സ്, എല്ലാ പ്രൊഡക്റ്റും 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ആ ഒരു പ്രയോറിറ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിട്ടേൺ പ്രാറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ മൂന്ന് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ മൂന്ന് പ്രൊഡക്റ്റിനെയും റിട്ടേൺ പ്രാർ നോക്കി അതിൽ ഹയസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ടാവുക. പിന്നെ അവിടെ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റി അസസ് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഒരു റേഷ്യോ ആണ് TA റേഷ്യോ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റിന്റെ ഓരോ പ്രൊഡക്റ്റിനും വേണ്ടി ബോട്ടിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റിട്ടേണിൻ്റെയും കോസ്റ്റിൻ്റെയും റേഷ്യോ ആണ്. കറക്റ്റായിട്ട് ഇക്വേഷൻ വരുന്ന റിട്ടേൺ പ്രാർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രാർ എന്നാണ്. അത് എത്രത്തോളം കൂടുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. ഗ്രേറ്റർ ദാൻ 1 വന്നാൽ അതൊരു പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് ആയിട്ടും ലെസ് ദാൻ 1 വന്നാൽ ഒരു ലോസ് മേക്കിംഗ് പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും ജനറലി നമ്മൾ ട്രീറ്റ് ചെയ്യുക. പിന്നെ TPAR ഈ റേഷ്യോ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതും നമുക്ക് എക്സാമിന് വരാം. അതിൽ TA റേഷ്യോ അതിൻ്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഒരു വാല്യൂ കൂടിയാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ TA റേഷ്യോനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റണം. ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് വരുന്നു, എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ്. ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞു പോകുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില സ്റ്റുഡൻസിന് ചില ടോപ്പിക്ക് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല, മീൻസ് പഠിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു 5 മിനിറ്റ്സിൽ അതിൻ്റെ ഒരു സമ്മറി കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും ഇപ്പോൾ എക്സാമിന് ഒരു 2 മാർക്കിന് ചോദിച്ചാൽ ബേസിക് ആയിട്ട് അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത്. യെസ്, നമ്മൾ ഞാനിങ്ങനെ എടുത്തു പറയുന്നത് ബോറടിച്ച് പോകരുത്, കാരണം നമ്മൾ വേറെ അധികം കാൽക്കുലേഷനോ കാര്യങ്ങളൊന്നും ഇന്ന് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് ആയിരുന്നു. ഇതും ഇൻഫർമേഷൻ പോലെ തന്നെ കുറേ സ്റ്റുഡൻസ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന, സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. ബട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതും ഉറപ്പായിട്ടും എക്സാമിന് വരാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ എയിലോ സെക്ഷൻ ബിയിലോ സെക്ഷൻ സിയിലോ സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഇത് വരാം. മേ ബി ഒരു 2 to 6 മാർക്സിന് ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്ന ഒരു എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് ഒരു കമ്പനി കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് എൻവിയോൺമെന്റൽ കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരെ ചർച്ച ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൺസേൺസ് പലപ്പോഴും നമ്മൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ പ്രോപ്പർലി നമ്മൾ ആ കംപ്ലൈൻസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫൈനും കാര്യങ്ങളും വരും. അപ്പോൾ ഒരു ബിസിനസ്സിന് നോർമൽ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എൻവിയോൺമെന്റൽ ആസ്പെക്ട്സും. അപ്പോൾ എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഫൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു ബെറ്റർ ഗുഡ് വിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഇമേജ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നത്. പിന്നെ എൻവിയോൺമെന്റൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം കമ്പനിയുടെ എൻവിയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കോസ്റ്റുകളും അതിലെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ മൊത്തം ഒരു കളക്ഷനെയാണ് നമ്മൾ എൻവിയോൺമെന്റൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുക. അവിടെ കമ്പനിക്കകത്തുണ്ടാവുന്ന എൻവിയോൺമെന്റൽ കോസ്റ്റുകൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എൻവിയോൺമെന്റ് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. മെയിൻലി ഒരു 4 ടെക്നിക്ക് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ആണ്. ഈ കമ്പനിയിൽ ഉണ്ടാവുന്ന പ്രോസസ്സുകളെ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യണം. ഇൻപുട്ടും ഔട്ട്പുട്ടും മാച്ച് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മിസ്മാച്ച് ഉണ്ടെങ്കിൽ അവിടെ അതിനെ വേസ്റ്റ് ആയി ട്രീറ്റ് ചെയ്തുകൊണ്ട് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ചും കൂടെ വലിയ വെർഷനാണ് ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഓരോ പ്രോസസ്സിനെയും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ മെറ്റീരിയൽ തൊട്ട് ആ മെറ്റീരിയൽ അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ ഫൈനലി അതിൽ നിന്ന് ഗുഡ് പ്രൊഡക്ട്സും വേസ്റ്റും വരുന്നു, അത് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതിനെ ഒരു 3 സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം അസസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിക്കകത്ത് മെറ്റീരിയൽ ഫ്ലോസിനെ നമ്മൾ 3 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ആദ്യം മെറ്റീരിയൽ എന്ന് പറയുന്ന കാറ്റഗറി, പിന്നെ കമ്പനിയിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനെ സിസ്റ്റം എന്ന് പറയുന്നു, ആൻഡ് തേർഡ് ഗുഡ് പ്രൊഡക്ട്സ് വന്നാൽ അതിനെ നമ്മൾ ഡെലിവർ ചെയ്യുന്നു, ആൻഡ് വേസ്റ്റ് വന്നാൽ ഡിസ്പോസ് ചെയ്യുന്നു. അങ്ങനെ 3 കാറ്റഗറി എന്ന് പറയുന്നത് മെറ്റീരിയൽ, സിസ്റ്റം, തേർഡ് ഡെലിവറി ആൻഡ് ഡിസ്പോസൽ. ഇതാണ് ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. പിന്നെ നമ്മുടെ നോർമൽ ABC എൻവിയോൺമെന്റൽ കോസ്റ്റിങ്ങിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ട്രഡീഷണൽ ABC എന്താണോ അത് എൻവിയോൺമെന്റൽ കോസ്റ്റിൻ്റെ അലോക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, ട്രഡീഷണൽ ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ
എൻവിയോൺമെൻറ്റൽ ആക്ടിവിറ്റീസും കൂടെ അവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വരുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടേം എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ആണ്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കറന്റ് ജനറേഷൻ്റെ അല്ലെങ്കിൽ പ്രസന്റ് ജനറേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫ്യൂച്ചർ ജനറേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുള്ളൊരു കോൺസെപ്റ്റിനാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഇതും നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്റ്റഡി ഹബിൽ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ബട്ട് നമ്മൾ ഈ പറയുന്ന എൻവിയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരാം എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷനാണ് പിന്നെ നമ്മുടെ സ്റ്റഡി ഹബിനകത്തുള്ളത്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് എങ്ങനെയൊക്കെ കമ്പനിയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ EMA പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എത്രത്തോളം ഒരു കമ്പനിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഡിസിഷനിലും പ്ലാനിങ്ങിലും ബഡ്ജറ്റിങ്ങിലും പെർഫോമൻസ് മെഷർമെൻറ്റിലും ഒക്കെ നമ്മുടേതായൊരു ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് അത് കൊണ്ടുവരാൻ പറ്റും. സോ ഇത്രയാണ് നമ്മുടെ എൻവിയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ സെക്ഷൻ എ ഞാൻ പറഞ്ഞു, ഇൻഫർമേഷനിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ സെക്ഷൻ എ ക്വസ്റ്റ്യൻസോ സെക്ഷൻ സിയിലെ സബ് ക്വസ്റ്റ്യൻസോ വരാം. ഇവിടെയും അങ്ങനെ തന്നെ സെക്ഷൻ എയിലോ സെക്ഷൻ ബിയിലോ സെക്ഷൻ സിയിലോ വരാം. കൂടുതലും ചാൻസ് ഉള്ളത് സെക്ഷൻ എ ആൻഡ് ബി ആണ്. സെക്ഷൻ ബിയിൽ മേ ബി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യാം, ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇപ്പോൾ ABC ഒക്കെ ചിലപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാൽക്കുലേഷനും കുറച്ച് തിയറിയാണ്. അപ്പോൾ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ കാൽക്കുലേഷൻ മാത്രമായിട്ട് വരില്ല. വന്നാൽ, അതായത് സെക്ഷൻ ബിയിൽ വന്നാൽ പോലും ഫുൾ കാൽക്കുലേഷൻ ആയിട്ട് വരില്ല. അപ്പോൾ തിയറി ക്വസ്റ്റ്യനും വരും. അപ്പോൾ ആ ഒരു തിയറിറ്റിക്കൽ ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് വന്നാൽ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റെലവൻറ്റ് കോസ്റ്റിങ്ങിൻ്റെ ചാപ്റ്റർ ആയിരുന്നു. റെലവൻറ്റ് കോസ്റ്റിങ്ങിൻ്റെ 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ റെലവൻറ്റ് കോസ്റ്റിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററും, പിന്നത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അവിടുത്തെ റെലവൻറ്റ് കോസ്റ്റിങ്ങിൻ്റെ അപ്ലിക്കേഷൻ, നമ്മൾ ഡിഫറെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാം, മേക്ക് ഓർ ബൈ ആൻഡ് അതർ ഷോർട്ട് ടേം ഡിസിഷൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് നമ്മളിപ്പോൾ പറയുകയാണ്. അപ്പോൾ എന്താണ് റെലവൻറ്റ് കോസ്റ്റിംഗ്? സ്റ്റുഡൻസിന് പലപ്പോഴും ഭയങ്കര കൺഫ്യൂഷനുള്ള അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവുള്ള ടോപ്പിക്കാണ് റെലവൻറ്റ് കോസ്റ്റിംഗ്. ഞാനിതൊക്കെ പറയുന്നത് ക്ലാസ് കേട്ടു, നിങ്ങൾ ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിച്ചു, നിങ്ങൾ എക്സാമിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു എക്സാമിന് പോയി തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു ജനറൽ ഫീഡ്ബാക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. ജനറലി സ്റ്റുഡൻസിന് ഈ റെലവൻറ്റ് കോസ്റ്റിംഗ് ചെയ്യുന്നത് എന്തിനാണ്, എപ്പോഴാണ്, എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ട്. റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആയി ഉണ്ടാകുന്ന കാര്യങ്ങൾ നോക്കി ഒരു ഡിസിഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചെയ്താൽ ഇതുവഴി ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, ഇതുവഴി ഉണ്ടാകുന്ന കോസ്റ്റും ബെനിഫിറ്റും നോക്കി ആ കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ടെക്നിക്കാണ് റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂൾ പോലെ നമുക്ക് റെലവൻറ്റ് കോസ്റ്റിങ്ങിനെ പറയാം. എന്താണ് റെലവൻറ്റ് എന്ന ടേം അല്ലെങ്കിൽ റെലവൻറ്റ് കോസ്റ്റ് കൊണ്ട്, റെലവൻറ്റ് ക്യാഷ് ഫ്ലോ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? ഒരു ഡിസിഷൻ വഴി അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആയി അഡീഷണൽ വരുന്ന ക്യാഷ് ഫ്ലോസിനാണ് റെലവൻറ്റ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാൽ ഫ്യൂച്ചർ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ് ആണ് റെലവൻറ്റ് ക്യാഷ് ഫ്ലോസ്. ഫ്യൂച്ചറിൽ വരുന്ന ഒരു ഡിസിഷൻ്റെ ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസിനെയാണ് നമ്മൾ റെലവൻറ്റ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയാം. ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ റെലവൻറ്റ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട് ഫ്ലോസും അവിടെ വരാം. പിന്നെ അവിടെ തന്നെ ഒരു ക്യാഷ് ഫ്ലോ റെലവൻ്റ് ആണോ എന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ഒരു ക്യാഷ് ഫ്ലോ അവോയ്ഡബിൾ ആണെങ്കിൽ ഒക്കെ കൺട്രോളബിൾ ആണെങ്കിലൊക്കെ നമുക്കത് റെലവൻ്റ് ആണെന്ന് പറയാം. പിന്നെ അവിടെ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ടേമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളത്. ഇതും പലപ്പോഴും സ്റ്റുഡൻസിന് ഡൗട്ടുണ്ട്, എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, മിസ്സാവുന്ന എമൗണ്ട് എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്ത് മിസ്സാവുമ്പോൾ, എങ്ങനെ മിസ്സാവുമ്പോൾ? നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതുവഴി നിങ്ങൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട് നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ, ഒരു സാക്രിഫൈസ് വരുന്നുണ്ടെങ്കിൽ, അതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സാക്രിഫൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ ഫോർഗോൺ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പിന്നെ നോർമലി വേരിയബിൾ കോസ്റ്റുകൾ, ഇൻക്രിമെൻ്റൽ ഫിക്സഡ് കോസ്റ്റുകളൊക്കെ നോർമലി റെലവൻ്റ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഇതൊരു റൂളായിട്ടൊന്നും നമുക്ക് ബൈഹാർട്ട് പഠിച്ചു വെക്കാനൊന്നും പറ്റില്ല. ക്വസ്റ്റ്യൻസിൽ എന്താണോ തന്നിരിക്കുന്ന ഡാറ്റ അത് വായിച്ചു നോക്കി വേണം ഒരു ക്യാഷ് ഫ്ലോ റെലവൻ്റ് ആണോ ഇറലവൻ്റ് ആണോ എന്ന് തീരുമാനിക്കും. നോർമലി ഇറലവൻ്റ് ആവുന്ന ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്
സങ് കോസ്റ്റുകൾ, ഓൾറെഡി ഇൻകർ ചെയ്ത കോസ്റ്റുകൾ, കമ്മിറ്റഡ് കോസ്റ്റുകൾ, അങ്ങനത്തെയൊക്കെ നോർമലി ഇറലവൻ്റ് ആയിരിക്കും. ദെൻ ഈ പറയുന്ന റെലവൻറ്റ് കോസ്റ്റിംഗ് നമുക്ക് ഡിഫറെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസിലേക്ക് എടുക്കാൻ പറ്റും. എന്തൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്? ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതായത് കമ്പനിയുടെ നോർമൽ കപ്പാസിറ്റിക്ക് പുറമെ ഒരു അഡീഷണൽ കോൺട്രാക്റ്റ് കിട്ടുന്നു. അപ്പോൾ ഒന്നുകിൽ അത് നോർമൽ കപ്പാസിറ്റിക്ക് പുറമെ ആയതുകൊണ്ട് അതിനൊരു സെപ്പറേറ്റ് കേസായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ നിന്ന് കമ്പനി അഡീഷണൽ ബെനിഫിറ്റ്, ഫ്യൂച്ചർ ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോൺട്രാക്റ്റിന് ഒരു സ്പെഷ്യൽ പ്രൈസ് നമ്മൾ കൊടുക്കുകയാണ്. സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് ആ കോൺട്രാക്റ്റിനുണ്ടാവുന്ന റെലവൻറ്റ് കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ ആ കോൺട്രാക്റ്റ് വഴി നമുക്കുണ്ടാവുന്ന റെലവൻറ്റ് കോസ്റ്റുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു പോവുക. ഒരു കോൺട്രാക്റ്റ് ഉണ്ട് ക്വസ്റ്റ്യനിൽ. ആ കോൺട്രാക്റ്റ് നിങ്ങൾ എടുത്താൽ അതുവഴി നിങ്ങൾക്കുണ്ടാവുന്ന അഡീഷണൽ കോസ്റ്റ് രണ്ട് രീതിയിലാണ് വരിക. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന അഡീഷണൽ ചിലവുകൾ, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ആ കോൺട്രാക്റ്റിന് വേണ്ടി ചിലവാകുന്ന പൈസ, ലേബറിൻ്റെ വേജ് ആയിട്ടോ അല്ലെങ്കിൽ അഡീഷണൽ മെറ്റീരിയൽ പർച്ചേസ് ആയിട്ടോ നിങ്ങൾക്കുണ്ടാവുന്ന അഡീഷണൽ കോസ്റ്റ് ഒന്ന്. രണ്ട്, നിങ്ങൾ ഈ കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അത് വേറെ ഏതെങ്കിലും കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെക്കുന്നു, അല്ലെങ്കിൽ വേറെ കോൺട്രാക്റ്റിലേക്ക് പോവേണ്ട മെറ്റീരിയലിനോ ലേബറിനോ നിങ്ങൾ ഇങ്ങോട്ട് യൂസ് ചെയ്യുന്നു, അതുവഴി ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളും വരാം. അപ്പോൾ ഈ രണ്ട് പേഴ്സ്പെക്റ്റീവിലാണ് നിങ്ങൾ വൺ ഓഫ് കോൺട്രാക്റ്റിലെ റെലവൻറ്റ് കോസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഒരു കോൺട്രാക്റ്റ് ചെയ്യുന്നത് വഴി കമ്പനിക്ക് ഉണ്ടാവുന്ന അഡീഷണൽ ചെലവുകൾ, അഡീഷണൽ ക്യാഷ് ഫ്ലോസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഞാൻ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടുമായിരിക്കും വൺ ഓഫ് കോൺട്രാക്റ്റിലെ റെലവൻറ്റ് കോസ്റ്റുകളായിട്ട് വരിക. അപ്പോൾ വൺ ഓഫ് കോൺട്രാക്റ്റ് സത്യം പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാൻ പ്രത്യേകിച്ചില്ല. ആ വൺ ഓഫ് കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കോസ്റ്റ് കാൽക്കുലേഷൻ മാത്രമാണ് ശരിക്കും അവിടെ വരിക. അവിടെ ആ റെലവൻറ്റ് കോസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ ബേസിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. പിന്നെ റെലവൻറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാ സിറ്റുവേഷനിലും റെലവൻറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ മെറ്റീരിയലും ലേബറും ഒക്കെ വരാറുണ്ട്. അതിൻ്റെ റെലവൻറ്റ് കോസ്റ്റ് എങ്ങനെ എടുക്കണം? മെറ്റീരിയൽ വരുവാണെങ്കിൽ അതിൻ്റെ റെലവൻറ്റ് കോസ്റ്റ് എങ്ങനെ എടുക്കണം? ജനറലി ഇങ്ങനെയാണ് നമ്മൾ പറയുക. നിങ്ങളൊരു കോൺട്രാക്റ്റിൽ യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് എക്സ്റ്റേണലി പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ആ പൈസ റെലവൻ്റ് ആയിട്ട് എടുക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ആ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് നോക്കേണ്ടത് ആ ഒരു റോ മെറ്റീരിയൽ റെഗുലർ യൂസ് ഉള്ളതാണോ? എന്തിനത് നോക്കുന്നത്? റെഗുലർ യൂസ് ഉള്ളതാണെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് റിലവൻ്റ് ആയിട്ട് വരും. റെഗുലർ യൂസ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് യൂസോ സ്ക്രാപ്പ് വാല്യൂ ഉണ്ടോ നോക്കുക. അതിൽ ഹയർ എമൗണ്ട് ആയിരിക്കും നമ്മൾ റെലവൻറ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കുക. ഇതുപോലെ തന്നെ ലേബറിൻ്റെ റെലവൻറ്റ് കോസ്റ്റ് വരാം. ലേബറിൻ്റെ റെലവൻറ്റ് കോസ്റ്റ് വരുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലേബർ ഫുൾ കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണോ, സ്പെയർ കപ്പാസിറ്റി ഉണ്ടോ, സാലറി ആണോ? സാലറി വാങ്ങുന്ന ആളാണെങ്കിൽ അയാൾക്ക് എക്സ്ട്രാ കോസ്റ്റ് വരുന്നില്ല. വേജ് വാങ്ങുന്ന ആളാണെങ്കിൽ വർക്ക് ചെയ്യുന്നതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതിൽ തന്നെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. സ്പെയർ കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിൽ ഓൾറെഡി ഫ്രീ അവേഴ്സ് അവിടെ പെൻഡിങ് ഉണ്ട്, സാലറി വാങ്ങുന്നിട്ട് ഫ്രീ അവേഴ്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ അഡീഷണൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല. സ്പെയർ കപ്പാസിറ്റി ഇല്ലെങ്കിൽ എക്സ്ട്രാ കോസ്റ്റുകൾ ചിലപ്പോൾ വരാം. ചിലപ്പോൾ പുറത്തുനിന്ന് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടാവാം, ആ കോസ്റ്റുകൾ വരാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ വരാം. അതെല്ലാം കൺസിഡർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളൊരു മെഷീനോ അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ കോസ്റ്റ് വന്നാൽ, അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു ചിലപ്പോൾ മെഷീൻ പർച്ചേസ് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള മെഷീൻ വേറൊരു പർപ്പസിന് ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്കുണ്ടാവുന്ന അഡീഷണൽ നഷ്ടം എന്താണോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണോ, അതൊക്കെ എന്തായിട്ട് വരും? റെലവൻ്റ് ആയിട്ട് വരാം. പിന്നെ അടുത്തൊരു ഡിസിഷൻ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഷട്ട് ഡൗൺ ആയിരുന്നു. നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റോ ഡിവിഷനോ കമ്പനിക്കകത്ത് പ്രൊഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിർത്തണോ, ഡിസ്കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അവിടെയും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് കറക്റ്റ് ആയിരിക്കണം. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അവിടെ ഒരു ലോസ് വരുന്ന ഒരു പ്രൊഡക്റ്റോ ഡിപ്പാർട്ട്മെൻറ്റോ പറഞ്ഞിട്ടുണ്ടാവും. അത് ഷട്ട് ഡൗൺ ചെയ്യണമെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഫ്യൂച്ചർ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ് എങ്ങനെയായിരിക്കും? അപ്പോൾ രണ്ട് രീതിയിലാണ് വരിക. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനി ചെയ്യുന്നില്ല. ബേസിക്കലി അതാണല്ലോ ഒരു ഷട്ട് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഷട്ട് ഡൗൺ വഴി ഉണ്ടാവുന്ന ചേഞ്ച്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷട്ട് ഡൗൺ ചെയ്താൽ നമുക്ക് എന്തൊക്കെ സേവ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന പല കോസ്റ്റുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നതും ഇനി ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കോസ്റ്റുകൾ പലതും നമുക്ക് സേവ് ചെയ്യാം. പ്ലസ് നമുക്ക് അഡീഷണൽ കോസ്റ്റുകൾ വരും എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല ആ കോസ്റ്റ്, ഈ ഡിസിഷൻ വഴി എക്സ്ട്രാ വരാണ്.
അപ്പോൾ ആ റെലവൻറ്റിൻ്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കണേ. അതായത് നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുന്നു അതിനുശേഷം വരുന്ന കാര്യങ്ങൾ, ആ ഡിസിഷൻ്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആയി വരുന്ന സേവിങ്സോ കോസ്റ്റുകളോ ഉണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യുക. അത് കമ്പയർ ചെയ്തിട്ട് ആ ഡിസിഷൻ വഴി, അതായത് ഷട്ട് ഡൗൺ വഴി ബെനിഫിറ്റ് ആണെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യേണ്ട എന്നുള്ളതാണ് ബേസിക്കലി ഷട്ട് ഡൗണിൽ വരിക. ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ്, നമ്മൾ ഈ പറഞ്ഞ ഓരോ സിനാരിയോസിൻ്റെയും ക്വസ്റ്റ്യൻസ് പാസ് പേപ്പേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം അറ്റ്ലീസ്റ്റ് ഓരോ ഡിസിഷൻ്റെയും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. നമുക്കിപ്പോഴും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈമും കാര്യങ്ങളും ഉണ്ട്. ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളും ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. നമ്മളിപ്പോൾ ടോപ്പിക്സിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ആ ഷീറ്റോ അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നിപ്പോൾ തൽക്കാലം പറയുന്നില്ല. അതിൻ്റെ ഒരു ഷീറ്റും കാര്യങ്ങളുണ്ട്, ഞാൻ എന്ത് ചെയ്യാം, അത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഷട്ട് ഡൗൺ ആയിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് ഡിസിഷൻ വരുന്നത് ഫർദർ പ്രോസസ്സിംഗ് ആയിരുന്നു. നമ്മുടെ കമ്പനിയിൽ ജോയിൻറ്റ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ റോ മെറ്റീരിയലിൽ നിന്ന് സിംഗിൾ പ്രോസസ്സ് വഴി ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് കിട്ടുന്നു. ആ പ്രൊഡക്ട്സ്, ജോയിൻറ്റ് പ്രൊഡക്ട്സ് ഫർദർ പ്രോസസ്സ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ഫർദർ പ്രോസസ്സ് ചെയ്താൽ, അപ്പോൾ ഫർദർ പ്രോസസ്സാണ് നമ്മുടെ ഡെസിഷൻ. അപ്പോൾ ഫർദർ പ്രോസസ്സ് ചെയ്താൽ ഉണ്ടാകുന്ന കോസ്റ്റ് ബെനിഫിറ്റും റെലവൻറ്റ് കോസ്റ്റ് ബെനിഫിറ്റുമാണ് നമ്മൾ കമ്പയർ ചെയ്യുക. നമ്മൾ ഇങ്ങനെയാണ് പറയുക, ഇൻക്രിമെൻ്റൽ റവന്യൂ ആൻഡ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഫ്രം ഫർദർ പ്രോസസ്സിങ്. അത് കമ്പയർ ചെയ്യുക. റവന്യൂ ബെനിഫിറ്റ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഫർദർ പ്രോസസ്സ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യേണ്ട എന്നാണ് നമ്മൾ നോർമലി പറയുക. പിന്നെ വരുന്നതാണ് മേക്ക് ഓർ ബൈ ഔട്ട്സോഴ്സിങ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കോമ്പോണൻറ്റിൻ്റെ കാര്യത്തിൽ മേക്ക് ഓർ ബൈ എന്ന ടേം യൂസ് ചെയ്യും. ഒരു സർവീസ് ആണെങ്കിൽ നമ്മൾ ഔട്ട്സോഴ്സ് യൂസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കമ്പനിക്കകത്ത് നമ്മുടെ ഒരു പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്ന കോമ്പോണൻസ് നമ്മൾ തന്നെ ഇൻഹൗസ് ചെയ്യണോ അതോ അത് ഔട്ട്സോഴ്സ് ചെയ്യണം? നമ്മുടെ ഏതെങ്കിലും ഒരു സബായിട്ടുള്ള ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ കോമ്പോണൻറ്റ് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണോ പുറത്ത് കൊടുക്കണം? അപ്പോൾ അവിടെ കമ്പയർ ചെയ്യേണ്ടത് റെലവൻറ്റ് കോസ്റ്റുകളാണ്. ഇൻഹൗസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെലവൻറ്റ് കോസ്റ്റും എക്സ്റ്റേണലി പർച്ചേസ് ചെയ്താൽ വരുന്ന റെലവൻറ്റ് കോസ്റ്റുമാണ് കമ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ആ പറയുന്ന സ്പെസിഫിക് കോമ്പോണൻറ്റ് ഇൻഹൗസ് ചെയ്താൽ നമുക്കുണ്ടാവുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നോക്കുക. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ സപ്ലയർ എത്ര എമൗണ്ടിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. ഏതാണോ ചീപ്പർ ഓപ്ഷൻ അതായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. ഈ മേക്ക് ഓർ ബൈ തന്നെ വിത്ത് ലിമിറ്റിംഗ് ഫാക്ടർ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ മേക്ക് ഓർ ബൈ ചെയ്യുന്ന സമയത്ത് നോർമലി നമുക്കറിയാം ഏതാണോ ചീപ്പർ ഓപ്ഷൻ അതായിരിക്കും പ്രിഫർ ചെയ്യുക. മേക്ക് ആണ് ചീപ്പർ ഓപ്ഷൻ എങ്കിൽ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇൻ കേസ് റിസോഴ്സസ് ഇൻസഫീഷ്യൻ്റ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു റിസോഴ്സ് സഫീഷ്യൻ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഇൻഹൗസ് ചെയ്യേണ്ടതിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻഹൗസ് ചെയ്യുന്നത് വഴി ഏറ്റവും കൂടുതൽ സേവിങ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ ബെറ്റർ യൂട്ടിലൈസ് ചെയ്യുന്നത് ഏതാണോ അതായിരിക്കും നമ്മൾ ആദ്യം ഇൻഹൗസ് ചെയ്യുക. ആ രീതിയിലായിരിക്കും നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഇത്രയായിരുന്നു നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, ഈ 2 ചാപ്റ്ററിലുമായിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ ഈ പറഞ്ഞ ഡിസിഷൻസിലെല്ലാം തന്നെ നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടാകും. ഇതെല്ലാം ഫിനാൻഷ്യൽ വാല്യൂസ് വെച്ചാണ് നമ്മൾ ഡിസിഷൻസ് പറയുന്നത്. ഇതിലെ ഈ സിറ്റുവേഷൻസിലൊക്കെ നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് വരാം. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്, നമ്മുടെ സപ്ലയർക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ്, കസ്റ്റമേഴ്സിൻ്റെ ഇമ്പാക്റ്റ്, എംപ്ലോയീസിൻ്റെ ഇമ്പാക്റ്റ്, ഓവറോൾ നമ്മുടെ ഗുഡ് വില്, ബ്രാൻഡ് ഇമേജ്, അതർ പ്രൊഡക്ട്സ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഇതെല്ലാം നോക്കി ഇതും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഫിനാൻഷ്യൽ വാല്യൂസ് വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, കാൽക്കുലേഷൻസ്, ഡിസിഷൻസ് പറയുന്നു. ഇത് കൂടാതെ ഡിസ്കഷൻ വരാം. അത് ഇങ്ങനെയുള്ള നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഒരു ചാപ്റ്റർ CVP ആയിരുന്നു. പലപ്പോഴും എക്സാമിന് വന്നിട്ടുള്ള ടോപ്പിക്കാണ്. റെലവൻറ്റ് കോസ്റ്റിംഗ് അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ പലപ്പോഴും എക്സാമിന് വന്നിട്ടുണ്ട്. CVP ഒക്കെ നിങ്ങൾ പാസ് പേപ്പർ നോക്കിയാൽ മനസ്സിലാവും. റീസെൻ്റ്ലി വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ, വലിയ സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള ഏരിയയാണ് CVP എന്നൊക്കെ പറയുന്നത്. ഞാനിത് എടുത്ത് പറയുന്നത്, നിങ്ങൾ പാസ് പേപ്പർ നോക്കുമ്പോൾ റെലവൻറ്റ് കോസ്റ്റിംഗ് പണ്ട് തൊട്ടേ വലിയ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. CVP കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടാണ് വലിയ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിന് മുമ്പൊക്കെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരുന്നത്. അപ്പോൾ CVP ഒക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിൽ വരാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ഒരു ലെവൽ നമുക്ക് മനസ്സിലാവുക. CVPയിലേക്ക് വന്നാൽ എന്താണ് ബേസിക്കലി CVP? നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് CVP എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യൂണിറ്റ്സ് മാറുമ്പോൾ അതുവഴി നമ്മുടെ റവന്യൂ, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, ഫിക്സഡ് കോസ്റ്റ്, പ്രോഫിറ്റ് ഒക്കെ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നതിൻ്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റഡിയാണ് CVP എന്ന് പറയുന്നത്. അത് വെച്ച് നമുക്ക് പല കാര്യങ്ങളും കമ്പനിക്കകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ സിംഗിൾ പ്രൊഡക്റ്റ് അനാലിസിസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് സിലബസിൽ. എന്ന് വെച്ചാൽ കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രമുള്ള സിറ്റുവേഷനിൽ എങ്ങനെ കമ്പനിയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ കമ്പനിയുടെ എല്ലാ കോസ്റ്റുകളും റിക്കവർ ചെയ്യുന്ന ഒരു പോയിന്റ് ഏതാണ്, നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ ആവാൻ
നമ്മൾ എത്ര യൂണിറ്റ്സ് വിൽക്കണം, എത്ര റവന്യൂ വേണം, ഇതൊക്കെയാണ് ബ്രേക്ക് ഇവൺ പോയിന്റിൽ വരിക. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ടാർഗറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ നമുക്ക് എത്ര യൂണിറ്റ്സും കാര്യങ്ങളും വേണം, അത് ക്വസ്റ്റ്യനിൽ വരാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷൻ ആണ്. നമ്മുടെ കറണ്ട് ഇയർ ബഡ്ജറ്റും നമുക്ക് കറണ്ട് ഇയറിലേക്ക് വേണ്ട മിനിമം നമ്പറും ബ്രേക്ക് ഇവണും തമ്മിലൊരു കമ്പാരിസൺ ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അത് യൂണിറ്റ് വൈസോ റവന്യൂ വൈസോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഇത് തന്നെ മൾട്ടി പ്രൊഡക്റ്റിലേക്ക് വരുന്നു. അപ്പോൾ മൾട്ടി പ്രൊഡക്റ്റിലോട്ട് വരുമ്പോൾ 2 ഓർ മോർ പ്രൊഡക്ട്സ് ഉണ്ടാവും. അത് കാൽക്കുലേറ്റ് ചെയ്യാനൊരു സെയിൽസ് മിക്സ് ഉണ്ടാവും ക്വസ്റ്റ്യനിൽ. അത് കോൺസ്റ്റന്റ് ആണ് എന്നാണ് നമ്മുടെ നോർമൽ അസംഷൻ. അപ്പോൾ അത് വെച്ച് either വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ ഓർ വെയ്റ്റഡ് ആവറേജ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ CVPയിൽ ഗ്രാഫുകളും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാഫുകൾ. നിങ്ങൾ ഒരിക്കലും സ്റ്റഡി ഹബിലോ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഗ്രാഫ് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് നോക്കുന്നില്ല എക്സാമിന് വരില്ലല്ലോ എന്ന് വിചാരിക്കരുത്. സെക്ഷൻ സിയിലടക്കം ഗ്രാഫ് വന്നിട്ടുണ്ട്. പാസ് പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഗ്രാഫിനെ ബേസ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്. അതായത് ഗ്രാഫ് തരുന്നു, ഗ്രാഫിൽ വാല്യൂസ് തരുന്നു, അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യാം, കാൽക്കുലേഷൻസ് ചോദിക്കാം. അതിൽ ഒരു ഗ്രാഫ് ബേസിക്കലി അനലൈസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എക്സ് ആക്സിൽ എന്താണ്, വൈ ആക്സിൽ എന്താണ്, ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളതാണ്. അതായത് എക്സും വൈയും എന്താണ് നോക്കുക. അപ്പോൾ അപ്വേർഡ് സ്ലോപ്പാണോ, അപ്വേർഡ് സ്ലോപ്പ് ആണെങ്കിൽ അതിനർത്ഥം ഒരു വേരിയബിളിനനുസരിച്ച് യൂണിറ്റ്സിനനുസരിച്ച് ഡോളർ വാല്യൂ കൂടുന്നു എന്നുള്ളതാണ്. ഡൗൺവേർഡ് സ്ലോപ്പ് ആണോ നോക്കുക, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണോ, വെർട്ടിക്കൽ ലൈൻ ആണോ, അത് വെച്ച് ഗ്രാഫിൻ്റെ മീനിങ് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ മനസ്സിലാക്കാൻ അറിയണം. പിന്നെ അവിടെ തന്നെ PV ചാർട്ടുകൾ ഉണ്ടായിരുന്നു, പ്രോഫിറ്റിനെ കാണിക്കുന്ന ലൈൻസ് വരയ്ക്കുന്ന ചാർട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെയും മീനിങ് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. പിന്നെ CVPയുടെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ ടെക്നിക്കലും പഠിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റും ലിമിറ്റേഷനും ഉണ്ട്. ബെനിഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലിമിറ്റേഷനിൽ മെയിൻലി വരുന്ന ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന അസംഷൻസ് ആണ്. CVPയിൽ ഡയറക്റ്റ്ലി ഇക്വേഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് അസംഷൻസ് എടുക്കുന്നത്, എസ്പെഷ്യലി നമ്മുടെ സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, കോൺട്രിബ്യൂഷൻ, സെയിൽസ് മിക്സ്, ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, ഇതൊരു ലീനിയർ ബിഹേവിയർ ആണ് എന്നൊക്കെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പ്രാക്ടിക്കലി ഇതെല്ലാം ട്രൂ ആയിരിക്കണം എന്നില്ല. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ വന്നത് ലിമിറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. ലിമിറ്റിംഗ് ഫാക്ടർ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്കലി കമ്പനിയുടെ ഏതെങ്കിലും ഒരു റിസോഴ്സ് റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഷോർട്ട് സപ്ലൈ ആണ്, ആവശ്യത്തിനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ അതിന് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ കമ്പനി നമ്മൾ എങ്ങനെയാണ് ലിമിറ്റിംഗ് ഫാക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാകും, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര റിസോഴ്സസ് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക, അത് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. റിക്വേർഡും അവൈലബിളും കമ്പയർ ചെയ്തിട്ടായിരിക്കും ഒരു റിസോഴ്സ് ലിമിറ്റിംഗ് ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് തന്നെ സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറോ മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടേഴ്സോ വരാം. സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ കാൽക്കുലേഷൻ കുറച്ചുകൂടെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈൻഡിങ് കൺസ്ട്രെയിനിൽ പറഞ്ഞ പോലെ സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ നടത്തുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യുക. കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന മെഷർ ആയിരിക്കും നമ്മൾ എടുക്കുക. 1 ലിമിറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്ത് ബെറ്റർ റിട്ടേൺ ഓർ കോൺട്രിബ്യൂഷൻ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റിനെ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുക. ബട്ട് ഇവിടെയും ഓർക്കേണ്ടത്, ഇൻ കേസ് ക്വസ്റ്റ്യനിൽ മിനിമം ഡിമാൻഡ്, മിനിമം പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം മീറ്റ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ആ പ്രയോറിറ്റി അപ്ലൈ ചെയ്യുക. ഇനി ഇതല്ല മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടർ ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് വെച്ചാണ്. ഗ്രാഫ് വരച്ച് അത് വെച്ച് സോൾവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. ലീനിയർ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, നമ്മൾ നോർമലി നമ്മുടെ കമ്പനിയിൽ 2 പ്രൊഡക്റ്റും ഡിഫറെൻറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടേഴ്സും വരുന്നുണ്ടാവും. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഈ 2 പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് എന്നും വൈ എന്നും പറഞ്ഞ് അല്ലെങ്കിൽ എ എന്നും ബി എന്നും പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്ത് അത് വെച്ച് കമ്പനിക്കകത്ത് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമുക്കുണ്ടാവുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും ഇക്വേഷൻസ് ആക്കി എടുക്കുന്നു. അത് ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുന്നു, ഗ്രാഫിലേക്ക് വരയ്ക്കുന്നു. പിന്നെ നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നോർമലി കോൺട്രിബ്യൂഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതിൻ്റെ ഇക്വേഷൻ എടുക്കുന്നു. അപ്പം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് എക്സാമിന് കാണുന്ന സമയത്ത് മനസ്സിലാക്കുക, അതിൽ നമ്മൾ പല കൺസ്ട്രെയിൻസും ഗ്രാഫിൽ വരച്ചിട്ടുണ്ടാവും. ഗ്രാഫിൽ 2 തരത്തിലുള്ള കൺസ്ട്രെയിൻസ് വരാം.
മിനിമം കൺസ്ട്രെയിൻറ്റും മാക്സിമം കൺസ്ട്രെയിൻറ്റും, അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വരാം. അത് ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രാഫിൻ്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്, അതായത് ആൻസർ വരാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് എല്ലാ അപ്പർ ലിമിറ്റിൻ്റെയും താഴെ അല്ലെങ്കിൽ എല്ലാ ലോവർ ലിമിറ്റിൻ്റെയും മുകൾ, കൃത്യമായി പറഞ്ഞാൽ അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഇടയിലുള്ള ഏരിയ ആയിരിക്കും ഫീസിബിൾ റീജിയൻ. അത് എല്ലാ അപ്പർ ലിമിറ്റിന് താഴെ എല്ലാ ലോവർ ലിമിറ്റിന് മുകളിലും ആയിരിക്കണം. ആ കോമൺലി വരുന്ന ഏരിയനാണ് നമ്മൾ ജനറലി ഫീസിബിൾ റീജിയൻ എന്ന് പറയാം. ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ആൻസർ വരാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ്. അതിൽ തന്നെ ആൻസർ വരാൻ ചാൻസ് ഉള്ളത് ഒറിജിനിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിന്റ്സ് ആയിരിക്കും, കോർണർ പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുക, നമുക്ക് ഡൗട്ടുള്ള പോയിന്റ്സ് കോർണർ പോയിന്റ്സ് മാത്രം സോൾവ് ചെയ്യും. രണ്ട് ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ഏതാണ് ഒപ്റ്റിമൽ പോയിന്റ് എന്ന് കണ്ടുപിടിക്കാൻ. ഒന്നുകിൽ നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് വഴി നിങ്ങൾക്ക് ഏതൊക്കെ പോയിന്റ് ഡൗട്ട് ഉണ്ടോ ആ ഓരോ പോയിന്റും സോൾവ് ചെയ്ത്, അതായത് ആ പോയിന്റിലെ എക്സും വൈയും കണ്ടുപിടിക്കും. എങ്ങനെ? അവിടെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഓരോ പോയിന്റിലെയും എക്സ് വൈ വാല്യൂസ് കണ്ടുപിടിച്ച് അവിടുത്തെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് ഇത് കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ള പോയിന്റ് ആയിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് എടുക്കുക. ഇതാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. അതല്ലെങ്കിൽ നമുക്ക് ഐസോ കോൺട്രിബ്യൂഷൻ ലൈൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടാവും. ആ ഇക്വേഷനിലെ സി എന്ന് പറയുന്ന ഒരു വാല്യൂ, അതായത് കോൺട്രിബ്യൂഷൻ സി ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആയിരിക്കും ഉണ്ടാവുക. സിക്ക് ഒരു വാല്യൂ അസ്യൂം ചെയ്ത് അത് ഗ്രാഫിൽ വരച്ച് അത് പാരലലി മൂവ് ചെയ്ത് ഫീസിബിൾ റീജിയനിലെ ലാസ്റ്റ് കവർ ചെയ്യുന്ന പോയിന്റ് ഒപ്റ്റിമൽ പോയിന്റ് ആയിട്ട് എടുക്കാറുണ്ട്. ഇത് പ്രാക്ടിക്കലി എക്സാമിന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് അതിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒപ്റ്റിമൽ പോയിന്റ് വരെ ഡയറക്ട്ലി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരാം. ഒപ്റ്റിമൽ പോയിന്റ് ഇന്ന പോയിന്റ് ആണെന്ന് പറഞ്ഞു തരും. അപ്പോൾ അതുമാത്രം നമ്മൾ സോൾവ് ചെയ്താൽ മതി. ഒപ്റ്റിമൽ പോയിന്റ് കിട്ടിയാൽ അതിനുശേഷം വരുന്ന കാൽക്കുലേഷൻസും കോൺസെപ്റ്റുമാണ് നെക്സ്റ്റ് പറയുന്നത്. അതിലൊന്ന് ബൈൻഡിങ് കൺസ്ട്രെയിൻ്റ് ആണ്. അതായത് നിങ്ങൾ ഒപ്റ്റിമൽ പോയിന്റ് കിട്ടിയാൽ അതാണ് കമ്പനി ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒപ്റ്റിമൽ പ്ലാൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസോഴ്സസ്, അവൈലബിൾ റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒപ്റ്റിമൽ പ്ലാൻ മീറ്റ് ചെയ്യാൻ നിങ്ങൾക്കുള്ള മുഴുവൻ റിസോഴ്സും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിസോഴ്സുകളെ നമ്മൾ ബൈൻഡിങ് കൺസ്ട്രെയിൻറ്റ്, അതായത് ഫുള്ളി യൂട്ടിലൈസ്ഡ്, അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിനെ ബൈൻഡിങ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയാം. ഇനി ഫുള്ളി യൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ, അതായത് ഇത്ര 100 kg മെറ്റീരിയൽ ഉണ്ട്, 100 kg മുഴുവൻ ഉപയോഗിക്കുന്നില്ല, 90 kg യൂസ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ 10 kg അവിടെ ബാലൻസ് ഉണ്ട്, അവിടെ സ്ലാക്ക് ഉണ്ടെന്ന് പറയും. ഇതിനെ നോൺ ബൈൻഡിങ് കൺസ്ട്രെയിൻറ്റ് എന്നോ സ്ലാക്ക് എന്നോ നമുക്ക് പറയാം. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ ആണ് ഷാഡോ പ്രൈസ്. എന്താണ് ഷാഡോ പ്രൈസ്? നിങ്ങളുടെ ലിമിറ്റഡ് റിസോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബൈൻഡിങ് കൺസ്ട്രെയിൻറ്റ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള റിസോഴ്സ് അത് എക്സ്ട്രാ ഒരു യൂണിറ്റും കൂടെ കിട്ടിയാൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷനിൽ വരുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ ഷാഡോ പ്രൈസ് എന്ന് പറയാം. നിങ്ങളുടെ ഫുള്ളി യൂട്ടിലൈസ്ഡ് റിസോഴ്സ് ഒരു യൂണിറ്റും കൂടെ കിട്ടിയാൽ നമ്മുടെ കോൺട്രിബ്യൂഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ് ഷാഡോ പ്രൈസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറിലും മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറിലും ഈ ഷാഡോ പ്രൈസ് ഉണ്ടാവാം. അതായത് നിങ്ങൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത റിസോഴ്സ് അത് സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറിലും മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറിലും വരാം. അത് എക്സ്ട്രാ ഒരു യൂണിറ്റും കൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര കോൺട്രിബ്യൂഷൻ കിട്ടും എന്നുള്ളത് രണ്ട് കേസിലും, സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറിലും മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറിലും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ തന്നെ സെക്കൻഡ് മീനിങ്, അല്ലെങ്കിൽ എന്തിന് കമ്പനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒരു റിസോഴ്സിന്റെ ഷാഡോ പ്രൈസ് ഫോർ എക്സാമ്പിൾ $10 ആണ്, $10 ആണ്. അതിനർത്ഥം ആ റിസോഴ്സ് കിട്ടിയാൽ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ $10 കൂട്ടാൻ പറ്റും. അപ്പോൾ ആ റിസോഴ്സിന് വേണ്ടി നോർമൽ കോസ്റ്റിന് പുറമെ കമ്പനിക്ക് അഡീഷണൽ കൊടുക്കാൻ പറ്റുന്ന പ്രീമിയം എത്രയാണ്, അല്ലെങ്കിൽ അതിന് എത്ര എമൗണ്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതും കൂടെ ഷാഡോ പ്രൈസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രണ്ട് മീനിങ് ആണ്. ഇറ്റ്സ് ദി അഡീഷണൽ കോൺട്രിബ്യൂഷൻ ജനറേറ്റഡ് ഫ്രം വൺ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ബൈൻഡിങ് കൺസ്ട്രെയിൻ, ആൻഡ് സെക്കൻഡ് മീനിങ് ഇസ് ദ മാക്സിമം പ്രീമിയം, നമുക്ക് ആ ഒരു റിസോഴ്സിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പ്രീമിയം. സോ ഇതാണ് ബേസിക്കലി ഷാഡോ പ്രൈസ്. നേരത്തെ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു, ശബരീഷ് ഡൗട്ട് ചോദിച്ചിരുന്നു, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഷാഡോ പ്രൈസ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ശബരീഷ് ലൈവിലുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, സോ ഇത്രയായിരുന്നു നമുക്ക് ലിമിറ്റിംഗ് ഫാക്ടറിൽ പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് പ്രൈസിങ് ഡിസിഷൻ ആയിരുന്നു. ഇത് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസിനോ ഒക്കെ എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാം അതിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് ബേസിക്കലി ഡിസ്കസ് ചെയ്തത്.
അപ്പോൾ ഏറ്റവും ആദ്യം ഒരു തിയറി പോയിന്റ്സ് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡക്റ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ലൈഫ് സൈക്കിളും അതിൻ്റെ ഡിമാൻഡും കസ്റ്റമേഴ്സിൻ്റെ ഇൻകം, നമ്മൾ നിൽക്കുന്ന മാർക്കറ്റ്, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ചസ് ആണ്. കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ചിൽ തന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു പ്രോഫിറ്റ് എമൗണ്ട് ആഡ് ചെയ്യുന്നു, എന്നിട്ട് സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തുന്നു. ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് പല ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫുൾ കോസ്റ്റോ വേരിയബിൾ കോസ്റ്റോ റെലവൻറ്റ് കോസ്റ്റോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ മേലെ നമുക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസിലേക്ക് എത്താൻ പറ്റും. ലോങ് ടേമിലേക്ക് ഒരു കമ്പനിക്ക് അവരുടെ കോസ്റ്റുകൾ കവർ ചെയ്യണമെങ്കിൽ എപ്പോഴും കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ച് ആണ് നല്ലത് ലോങ് ടേമിലേക്ക്. ഷോർട്ട് ടേമിൽ പക്ഷെ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കി അല്ലെങ്കിൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കി എന്ത് ചെയ്യാം, പ്രൈസ് കുറയ്ക്കാൻ കൂട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ലോങ് ടേമിൽ നമ്മുടെ കോസ്റ്റ് കവർ ചെയ്യുന്ന പ്രൈസ് ഉണ്ടെങ്കിലേ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളവിടെ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് അപ്രോച്ചസ് പഠിച്ചു. അപ്പോൾ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് അപ്രോച്ചിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അതിൻ്റെ ഡിമാൻഡ് പ്രൈസ് ചേഞ്ചസിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ PED എന്ന് പറയുന്ന ഒരു മെഷർ പറയുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ചസ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ, ഡിമാൻഡ് റെസ്പോൺസീവ് ആണോ എന്നറിയാനാണ് നമ്മൾ PED എടുക്കുക. അപ്പോൾ PEDയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നല്ലപോലെ നിങ്ങളുടെ ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളതിന് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. ലെസ് ദാൻ 1 ആണെങ്കിൽ അത്ര റെസ്പോൺസീവ് അല്ല, അല്ലെങ്കിൽ ഡിമാൻഡ് കാര്യമായി ചേഞ്ച് ആവുന്നില്ല, നമ്മളതിന് ഇൻഇലാസ്റ്റിക് എന്ന് പറയും. അതിൽ തന്നെ 0 വന്നാൽ നിങ്ങളുടെ പ്രൈസ് ചേഞ്ചസിനോട് ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യുന്നേ ഇല്ല, നമ്മളതിനെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഡിമാൻഡും കണക്റ്റഡ് ആണോ എന്ന് അറിയാനാണ്. കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് പ്രൈസ് മാറ്റിയാൽ ഡിമാൻഡ് മാറുന്ന പ്രൊഡക്റ്റിന് മാത്രമേ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ പല കാര്യങ്ങളും പല ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി 2 അപ്രോച്ചാണ് നമുക്കുള്ളത്. ഒന്ന് ഓൾജിബ്രായിക് അപ്രോച്ച് ഉണ്ട്, പിന്നെ ടാബുലാർ അപ്രോച്ച് ഉണ്ട്. ഓൾജിബ്രായിക് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എടുക്കുകയാണ്, ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുകയാണ്. നമ്മൾ എടുക്കുന്ന ഒരു അസംഷൻ പ്രൈസും ഡിമാൻഡും ലീനിയർ ആണ് എന്നുള്ളതാണ്. ലീനിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് നമുക്ക് വരുന്നുണ്ട്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്ന ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന രീതിയിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ട ഡിമാൻഡ് എന്താണോ അതിനനുസരിച്ച് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ, ഡിമാൻഡ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ആ ഇക്വേഷനെ പറയുക. P is equal to A minus BQ എന്നൊരു ഇക്വേഷൻ യൂസ് ചെയ്ത് അതിൽ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് പിന്നെ മാറുന്നില്ല. അപ്പോൾ Q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് വെച്ച് നമുക്ക് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ഡിമാൻഡ് ഫംഗ്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കമ്പനിയുടെ ബെസ്റ്റ് ക്വാണ്ടിറ്റിയോ ബെസ്റ്റ് പ്രൈസോ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ പഠിക്കുന്ന ഒരു തിയറി ഇതാണ്. ഒരു കമ്പനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ആ കമ്പനിയുടെ മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റിലാണ്. അപ്പോൾ എന്താണ് മാർജിനൽ റവന്യൂ, എന്താണ് മാർജിനൽ കോസ്റ്റ്, ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് സ്റ്റുഡൻസിന് പലപ്പോഴും കൺഫ്യൂസിങ് ആണ്. എന്താണ് മാർജിനൽ റവന്യൂ? ഞാൻ എക്സ്ട്രാ ഒരു യൂണിറ്റ് വിറ്റാൽ അതുവഴി എനിക്ക് കിട്ടാൻ പോകുന്ന അഡീഷണൽ എമൗണ്ടിനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. അഡീഷണൽ റവന്യൂ ഫ്രം സെല്ലിംഗ് 1 more യൂണിറ്റ്. അതുപോലെ മാർജിനൽ കോസ്റ്റ് എന്താ? എക്സ്ട്രാ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ എനിക്ക് വരുന്ന കോസ്റ്റ് ആണ്. സോ ബേസിക്കലി ഇനീഷ്യൽ ഫേസിൽ, അതായത് ഇനീഷ്യൽ ഫേസിൽ സെല്ലിംഗ് പ്രൈസ് കൂടുതലായതുകൊണ്ട് കമ്പനിയുടെ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. മുന്നോട്ട് പോകും തോറും ഫർദർ നമ്മൾ സെല്ല് ചെയ്യും തോറും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ കുറയ്ക്കേണ്ടി വരും. സെല്ലിംഗ് പ്രൈസ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ മാർജിനൽ റവന്യൂ കുറയും. ഇത് കുറഞ്ഞ് ഒരു യൂണിറ്റിന്റെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആവുന്ന ഒരു പോയിന്റിലെത്തും. ദാറ്റ് മീൻസ് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കോസ്റ്റും നിങ്ങളുടെ റവന്യൂ, അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന അഡീഷണൽ റവന്യൂം സെയിം ആണ്. അപ്പോൾ ആ പോയിന്റ് എത്തിയാൽ ഒരു കമ്പനി മനസ്സിലാക്കേണ്ടത് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറച്ച് നമ്മുടെ മാർജിനൽ റവന്യൂ കുറയ്ക്കേണ്ടി വരും. നമ്മൾ ഇതുവരെ കിട്ടിയ പ്രോഫിറ്റിന് താഴേക്കായിരിക്കും പോവാം. അപ്പോൾ ഈ തിയറി പറയുന്നത് നിങ്ങൾ ഏത് പോയിന്റ് വരെ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്താൽ മതി, നിങ്ങളുടെ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനോട് ഈക്വൽ ആവുന്ന പോയിന്റ് വരെ സെയിൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഒപ്റ്റിമൽ ക്വാണ്ടിറ്റിയും ഒപ്റ്റിമൽ പ്രൈസും എടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഓൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ടാബുലാർ മെത്തേഡ് ആയിരുന്നു.
ടാബുലാർ മെത്തേഡും ഒരു ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് മെത്തേഡാണ്. പക്ഷേ ഡിഫറൻസ് അവിടെ ഒരു ഇക്വേഷനോ ഒരു ലീനിയർ റിലേഷൻഷിപ്പോ നമ്മൾ അസ്യൂം ചെയ്യുന്നില്ല. പകരം ഓരോ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോഴും നമുക്കുണ്ടാവുന്ന പ്രോഫിറ്റ് നമ്മൾ സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ 10 എന്ന പ്രൈസ് ഫിക്സ് ചെയ്താൽ എനിക്ക് എത്ര യൂണിറ്റ് വിൽക്കാൻ പറ്റും, അപ്പോൾ എത്ര റവന്യൂ, എത്ര ടോട്ടൽ കോസ്റ്റ്, എത്ര പ്രോഫിറ്റ്, അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന പോയിന്റ് മാനുവലി അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്യുന്ന ടെക്നിക്കാണ് ടാബുലർ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെ ടൈപ്സ് മാർക്കറ്റ് വരാം, ലൈക്ക് മോണോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ. പിന്നെ കുറച്ച് തിയറി പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. കമ്പനീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആയിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്കിമ്മിങ് ആൻഡ് പെനിട്രേഷൻ ആണ്. നമ്മളൊരു പ്രൊഡക്റ്റിന് അതിൻ്റെ ലോഞ്ചിൽ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈ പ്രൈസ് ആണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അതാണ് സ്കിമ്മിങ്. ലോവർ പ്രൈസ് ആണെങ്കിൽ അതാണ് പെനിട്രേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഇതുകൂടാതെ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റും പ്രൈസ് ഡിസ്ക്രിമിനേഷനും ഗോയിങ് റേറ്റ് പ്രൈസിങ്ങും പ്രൊഡക്റ്റ് ലൈസ് പ്രൈസിങ്ങും വോളിയം ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ ഇത്രയും കാര്യങ്ങളായിരുന്നു മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ വന്നത്. ദെൻ ഇതിലെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റി ആയിരുന്നു. റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റി ചാപ്റ്റർ എന്താണ് ബേസിക്കലി ഇതിനകത്ത് പഠിക്കാനുള്ളത്? നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ അൺസർട്ടിനിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഒരു ഡിസിഷനിൽ നിന്നുള്ള ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് സെർട്ടൈൻ അല്ല, രണ്ടോ മൂന്നോ റിസൾട്ട് വരാം, അല്ലെങ്കിൽ എന്ത് റിസൾട്ട് വരുമെന്ന് ഉറപ്പില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒരു ഡിസിഷനിൽ മൾട്ടിപ്പിൾ റിസൾട്ടുകളോ മൾട്ടിപ്പിൾ ഔട്ട്കമോ അല്ലെങ്കിൽ ഔട്ട്കം സെർട്ടൈനോ അല്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഔട്ട്കംസ് എന്താണെന്നോ അതിൻ്റെ പ്രോബബിലിറ്റീസോ അറിയാത്തൊരു സിറ്റുവേഷനാണ് അൺസർട്ടിനിറ്റി എന്ന് പറയുക. അപ്പോൾ ആ അൺസർട്ടിനിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്സ് ആയിട്ട് നമ്മൾ മാർക്കറ്റ് റിസർച്ച്, ഫോക്കസ് ഗ്രൂപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അൺസർട്ടിനിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ, അതിൽ ഒരു ഡിസിഷൻ എടുത്താൽ ഇതിൽ നിന്ന് എന്തൊക്കെ ഔട്ട്കംസ് വരാം, അതിൻ്റെ പ്രോബബിലിറ്റീസ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് ബേസിക്കലി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ കമ്പനിക്കകത്ത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് 3 ടൈപ്പ് ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്ത് സിറ്റുവേഷൻ വന്നാലും പ്രോബബിലിറ്റീസ് ഒന്നും നോക്കാതെ ഹയസ്റ്റ് പോസിബിൾ റിസൾട്ട് നോക്കുന്ന റിസ്ക് സീക്കേഴ്സ്, റിസ്ക് എടുക്കുന്ന ആൾക്കാർ, വേഴ്സ്റ്റ് ഔട്ട്കം വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ, റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ ആവറേജ് റിസ്ക് എടുക്കുന്ന, പ്രോബബിലിറ്റിക്ക് അനുസരിച്ച് റിസ്ക് എടുക്കുന്ന, റിസ്ക് ന്യൂട്രൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കേഴ്സും ഉണ്ട്. റിസ്ക് സീക്കേഴ്സ്, റിസ്ക് എടുക്കുന്ന ആൾക്കാർ, റിസ്ക് അവേഴ്സ്, റിസ്ക് മിനിമൈസ് ചെയ്യുന്ന ആൾക്കാർ, റിസ്ക് ന്യൂട്രൽ, ആവറേജ് അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്ന ആൾക്കാർ. പിന്നെ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കമ്പനി ഒരു ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ നമുക്കുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അവിടുത്തെ ഓരോ ഡിസിഷനും എടുക്കുമ്പോൾ നമുക്ക് വരാൻ ചാൻസുള്ള ഔട്ട്കംസും തന്നിട്ടുണ്ടാവും. ഇതെല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന പ്രോഫിറ്റ് ഓർ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പേ ഓഫ് ടേബിൾ ആയിരിക്കും നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുക. പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നമുക്ക് എന്തൊക്കെ ഡിസിഷൻ ഓപ്ഷൻസ് വരാം, നമുക്ക് എന്തൊക്കെ ഔട്ട്കംസ് വരാം എന്നുള്ളതിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എടുക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് കമ്പനി ഡിസിഷൻ എടുക്കേണ്ടതെന്ന് കറക്റ്റ് മനസ്സിലാക്കുക, അതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കൺട്രോളിലല്ലാത്തത്, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് എന്തൊക്കെ വരാം എന്നുള്ളത് നോക്കി ഒരു സിറ്റുവേഷനിൽ വരാൻ ചാൻസ് ഉള്ള വാല്യൂസ് എല്ലാം അതിൻ്റെ പ്രോഫിറ്റോ കോൺട്രിബ്യൂഷനോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടേബിളാണ് പേ ഓഫ് ടേബിൾ. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുക. ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കണം. ഓർ അതിന് പകരം അവിടെ നമുക്ക് ഡിസിഷൻ റൂൾസ് ഉണ്ട്. ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു റിസ്ക് സീക്കർ ആയിട്ടുള്ള ആളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഫിറ്റ് നോക്കും, അതിനാണ് നമ്മൾ മാക്സ് റൂൾ എന്ന് പറയുക. അതായത് ഓരോ ഡിസിഷനിലെയും മാക്സിമം പ്രോഫിറ്റ്സ് നോക്കി അതിൽ തന്നെ മാക്സിമം എമൗണ്ട് ചൂസ് ചെയ്യുന്നതാണ് മാക്സ്. പിന്നെ മിൻ ഉണ്ട്, അത് റിസ്ക് അവേഴ്സ് അപ്രോച്ച് ആണ്. വേഴ്സ്റ്റ് ഔട്ട്കം അല്ലെങ്കിൽ വേഴ്സ്റ്റ് പ്രോഫിറ്റ്സ് നോക്കി അതിൽ തന്നെ ബെസ്റ്റ് എടുക്കുന്ന ആളാണ് മിൻ എന്ന് പറയുന്നത്. പിന്നെ മിനി മാക്സ് റിഗ്രറ്റ് ഉണ്ട്. നമ്മുടെ റിഗ്രറ്റുകൾ നോക്കി അതിൽ തന്നെ മാക്സിമം റിഗ്രറ്റ് വരാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻ നോക്കി അതിൽ ഏറ്റവും മിനിമം ചൂസ് ചെയ്യുന്ന ഒരു റിസ്ക് അവേഴ്സ് അപ്രോച്ച് ആണ് മിനി മാക്സ് റിഗ്രറ്റ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പെക്റ്റഡ് വാല്യൂ റൂൾ ഉണ്ടായിരുന്നു, അതൊരു റിസ്ക് ന്യൂട്രൽ അപ്രോച്ച് ആണ്. പ്രോബബിലിറ്റിയും കൂടെ നോക്കി ഓരോ ഡിസിഷനിലും വരാൻ ചാൻസ് ഉള്ള വാല്യൂസും പ്രോബബിലിറ്റിയും കൺസിഡർ ചെയ്ത് അവിടുത്തെ ഒരു ആവറേജ് വാല്യൂ, ഒരു ലോങ് റൺ ആവറേജ് ആണ് EV എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിസിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് EV നോക്കി അതിൽ ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ഇത്രയാണ് മെയിൻലി ഡിസിഷൻ മേക്കിംഗ് ആറ്റിറ്റ്യൂഡ്സും അതിൻ്റെ ടെക്നിക്സും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ കമ്പനിക്കകത്ത് ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ പല കാര്യങ്ങളുണ്ടാകും. അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയാൽ
അതുവഴി നമുക്കുണ്ടാവുന്ന വാല്യൂ അതായിരുന്നു വാല്യൂ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഫ്യൂച്ചർ ഇവൻറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അതുവഴി നിങ്ങളുടെ ആവറേജ് പ്രോഫിറ്റിൽ ഓർ എക്സ്പെക്റ്റഡ് വാല്യൂവിൽ വരുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുക. അത് പെർഫെക്റ്റ് ഇൻഫർമേഷനും ഇംപെർഫെക്റ്റ് ഇൻഫർമേഷനും വരാം. പെർഫെക്റ്റ് ഇൻഫർമേഷൻ മീൻസ് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത് സഫീഷ്യൻ്റ്ലി ആക്യുറേറ്റ് ആണ്, നോട്ട് 100%, ലൈക്ക് 85-90-95% ഒക്കെ ആക്യുറേറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഇൻഫർമേഷനെയാണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുക. രണ്ടിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വരാം. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടതാണ് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്തൗട്ട് ഇൻഫർമേഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദെൻ വിത്ത് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡിഫറൻസ്, ആ ഇൻക്രീസ് ആയിരിക്കും നമ്മൾ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. ഇൻ കേസ് ആ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ നമുക്കൊരു കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് നമ്മൾ അവിടെ മൈനസ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഡിസിഷൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞു. മൾട്ടിപ്പിൾ ഡിസിഷൻസും ഔട്ട്കംസും ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു സീരീസ് ഓഫ് ഡിസിഷൻസ് ഔട്ട്കംസും വരുന്ന സമയത്ത് അതിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഒരു ടൂളാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലത്തിനെ കാണിക്കാനാണ് നമ്മൾ ഡിസിഷൻ ട്രീ യൂസ് ചെയ്യുന്നത്. ഡിസിഷൻ ട്രീയിൽ സ്ക്വയറും സർക്കിളും വരുന്നുണ്ട്. അതിൽ സ്ക്വയർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ പോയിന്റിനെയാണ്. പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഡിസിഷനാണ് എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, സ്ക്വയർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ പോയിന്റിനെയാണ്. ദാറ്റ് മീൻസ് ആ പോയിന്റിൽ കമ്പനി ഡിസിഷൻ എടുക്കണം. എന്തൊക്കെയാണ് കമ്പനികളുടെ ഡിസിഷൻ ചോയ്സ് എന്ന് പറയുന്നത്? അതിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് നോക്കുക. മേ ബി 2 ആയിരിക്കാം, ചിലപ്പോൾ 3 or 4, അതിൽ കൂടുതൽ 2 or more ബ്രാഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ അതിൽ ഓരോ ബ്രാഞ്ചുമാണ് നമുക്ക് ഓരോ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കാണിച്ചു തരുന്നത്. അതുപോലെ സർക്കിൾ വന്നാൽ മനസ്സിലാക്കുന്നത് ഒരു ഔട്ട്കം പോയിന്റ് ആണ്. ദാറ്റ് ഈസ് അവിടെ നിന്ന് അങ്ങോട്ട് ഡിഫറെൻറ്റ് ഔട്ട്കംസ് വരാം. ആ ഔട്ട്കംസ് ഓരോ ബ്രാഞ്ചായിട്ടും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഔട്ട്കംസ് വരുന്ന സമയത്ത് അതിൻ്റെ പ്രോബബിലിറ്റീസും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഡിസിഷൻ ട്രീ എക്സാമിന് വരയ്ക്കാനില്ലെങ്കിലും ഒരു ഡിസിഷൻ ട്രീ തന്നാൽ അതിൻ്റെ റോൾ ബാക്ക് അനാലിസിസ് ചെയ്യാൻ അറിയണം. എന്ന് പറഞ്ഞാൽ ആ ഡിസിഷൻ ട്രീ റൈറ്റ് ടു ലെഫ്റ്റ് സോൾവ് ചെയ്ത് ഓരോ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷനിലും എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ഇതിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ചത്, നമ്മളൊരു ബഡ്ജറ്റോ പ്ലാനോ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് അറിയാൻ, അല്ലെങ്കിൽ അതിലെ വേരിയബിൾസ് മാറിയാലുണ്ടാകുന്ന ഇമ്പാക്റ്റ് അറിയാൻ, അതിൻ്റെ സെൻസിറ്റിവിറ്റി അറിയാൻ നമ്മൾ എടുക്കുന്ന ഒരു ടെക്നിക്കായിരുന്നു സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അതിലെ കീ വേരിയബിൾ ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അറ്റ് എ ടൈം ഒരു വേരിയബിൾ മാത്രം മാറിയാലുണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ ആയിരുന്നു സിമുലേഷൻ മോഡൽ. കൂടുതൽ വേരിയബിൾസ് അറ്റ് എ ടൈം കൂടുതൽ വേരിയബിൾസ് ചേഞ്ച് ആയാൽ അതുവഴി ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അറിയാൻ റാൻഡം നമ്പേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സിമുലേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു സിമുലേഷൻ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു അൺസർട്ടിനിറ്റി സിറ്റുവേഷൻ്റെ ആ അൺസർട്ടിനിറ്റി റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസിഷൻ മേക്കിങ്ങിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇതിൽ നിന്നൊക്കെ സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, വരാറുണ്ട്. നമുക്ക് എക്സാമിന് മേ ബി ഒരു സെക്ഷൻ സി ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. എല്ലാം വലിയ വലിയ ചാപ്റ്റേഴ്സാണ്. നമ്മൾ സെക്ഷൻ ബി പോലെ ചെറിയ ചാപ്റ്റേഴ്സ് അല്ല, വലിയ ചാപ്റ്റേഴ്സാണ്. വലിയ ക്വസ്റ്റ്യൻസ്, കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള കാൽക്കുലേഷൻ തിയറി ക്വസ്റ്റ്യൻസ് വരാം. ദെൻ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ്, അതുപോലെ തന്നെ വേരിയൻസും വരുന്നൊരു സെക്ഷൻ ആയിരുന്നു. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ബഡ്ജറ്റിങ്ങിൻ്റെ ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ എന്താണ് ബഡ്ജറ്റ്, അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കമ്പനിക്കകത്ത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നു. ഒന്ന്, നമ്മൾ കമ്പനിക്കകത്ത് ബഡ്ജറ്റ് പ്രിപ്പറേഷനെ അല്ലെങ്കിൽ ബഡ്ജറ്റുകളെ 2 കാറ്റഗറി ആയിട്ട് എടുക്കാം. ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ്. അതായത് പലപ്പോഴും കമ്പനിയിലെ ജൂനിയർ മാനേജ്മെൻറ്റിൻ്റെ ഒപ്പീനിയൻ നോക്കാതെ സീനിയർ മാനേജ്മെൻറ്റ് മാത്രം പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതിനാണ് ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. ഇനി അതല്ല, ജൂനിയർ മാനേജ്മെൻറ്റും കൂടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ബോട്ടം അപ്പ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേഷൻ്റെ ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ടോപ്പ് ഡൗണും ബോട്ടം അപ്പും വരുന്നത്. പിന്നെ കമ്പനിയിൽ ഇത് കൂടാതെ കോമൺലി യൂസ് ചെയ്യുന്ന ബഡ്ജറ്റിംഗ് മെത്തേഡ്സ്, അതിനകത്ത് ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിംഗ് ഉണ്ട്. ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൻ്റെ ബഡ്ജറ്റോ ആക്ച്വലോ ബേസ് ആക്കി വെച്ചുകൊണ്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ചേഞ്ചസ് മാത്രം ആഡ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റിംഗ് മെത്തേഡാണ് ഇൻക്രിമെൻ്റൽ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിലെ കാര്യങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം.
സ്യൂട്ടബിൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് ഇൻക്രിമെന്റൽ യൂസ് ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാൽ ഒരു സ്റ്റേബിൾ എൻവയോൺമെന്റിൽ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം പ്രീവിയസ് ഇയറിലെ ഇഷ്യൂസ് എല്ലാം നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ അത് റെക്ടിഫൈ ചെയ്യുന്ന കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് മെത്തേഡാണ് ZBB എന്ന് പറയുന്നത്. സീറോ ബേസ് ആക്കി വെച്ചുകൊണ്ട് ഈ വർഷത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയി അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു മെത്തേഡാണ് ZBB എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻറ്റ് ഫോം ഓഫ് ബഡ്ജറ്റിംഗ് ആണ് ZBB. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനിലേക്ക് നമുക്ക് ZBB വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. കാരണം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് മെത്തേഡാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് മാത്രം ബഡ്ജറ്റ് അല്ലെങ്കിൽ എമൗണ്ട് മാറ്റി വെക്കുന്ന ഒരു മെത്തേഡാണ് ZBB എന്ന് പറയുന്നത്. ദെൻ ഒരുപാട് അൺസർട്ടൈൻ ആയിട്ടുള്ള മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഹൈലി അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എപ്പോൾ വേണമെങ്കിലും സിറ്റുവേഷൻസ് മാറാൻ ചാൻസ് ഉണ്ട്. സോ കണ്ടിന്യൂസ്ലി നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ABC പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റിംഗ് മെത്തേഡാണ്. എസ്പെഷ്യലി ഓവർ ഹെഡ് കോസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ബഡ്ജറ്റ് ചെയ്യാനും അതിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാനും ഒക്കെ നമുക്ക് ABB യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയായിരുന്നു ബഡ്ജറ്റിംഗ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ബിയോണ്ട് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നുള്ള റീസൺ പറഞ്ഞ്, അല്ലെങ്കിൽ അതിനൊക്കെ കുറേ ഡ്രോബാക്ക് ഉണ്ടെന്ന് പറയുന്ന ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ് ബിയോണ്ട് ബഡ്ജറ്റിംഗ് മോഡൽ എന്ന് പറയുന്നത്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ഒന്നും വേണ്ട, പകരം അഡാപ്റ്റീവ് മാനേജ്മെന്റ് പ്രോസസ്സുകൾ യൂസ് ചെയ്യാമെന്നതാണ് ബിയോണ്ട് ബഡ്ജറ്റിംഗിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ കാൽക്കുലേഷൻസ് മേ ബി വരാം, റോളിംഗ് ബഡ്ജറ്റ് വരാം, ABB, ഇതൊക്കെ കാൽക്കുലേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഫ്ലെക്സ്ഡ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ബഡ്ജറ്റ് പ്രിപ്പറേഷനിൽ വരുന്ന ഒരു സംഭവമല്ല. നമ്മൾ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുമ്പോൾ ഇയർ എൻഡിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫെയർ ബേസിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ ഒറിജിനൽ ബഡ്ജറ്റിനെ ആക്ച്വൽ യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുക. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഫെയർ ബേസിലുള്ള പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. ദെൻ അപ്പോൾ ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റും എക്സാമിന് വരാറുണ്ട്. ഒരു സെക്ഷൻ C ക്വസ്റ്റ്യനൊക്കെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യാം, കാൽക്കുലേഷൻസ് വരാൻ ചാൻസ് ഏറിയാണ്. ദെൻ പിന്നെ വരുന്നത് അനലിറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ഇവിടെ നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പറേഷനിലോ പ്രഡിക്ഷനിലോ യൂസ് ചെയ്യാൻ വരുന്ന കുറച്ച് ടെക്നിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ഏറ്റവും ആദ്യം ലേണിംഗ് എഫക്റ്റ് ഉണ്ടായിരുന്നു. ലേണിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ലേബർ അവേഴ്സ് കണ്ടിന്യൂസ്ലി കുറയുന്ന ഒരു ഫിനോമിനൻ ആയിരുന്നു. ഇനീഷ്യലി എംപ്ലോയീസ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെടുക്കുന്ന സമയം കൂടുതലായിരിക്കും. പിന്നീട് അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെടുക്കുന്ന സമയം കുറയുന്നുണ്ട്. അപ്പോൾ ആ ലേബർ അവേഴ്സ് ബഡ്ജറ്റ് ചെയ്യാൻ, എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ലേണിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ലേണിംഗ് എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ടായിരുന്നു, ടാബുലാറും ഓൾജിബ്രായിക്കും. ടാബുലാറിന് ലിമിറ്റഡ് യൂസ് മാത്രമേ ഉള്ളൂ. ഓൾജിബ്രായിക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഓൾജിബ്രായിക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ ഏതൊരു യൂണിറ്റ് വരെയും നമുക്ക് വരുന്ന ആവറേജ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഏതൊരു യൂണിറ്റിൻ്റെയും ആവറേജ് ടൈമും അത് വെച്ച് ടോട്ടൽ ടൈമും അത് വെച്ച് സ്പെസിഫിക് ടൈമും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവിടെ പഠിച്ചൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് കോറിലേഷൻ ആയിരുന്നു. കോറിലേഷൻ 2 വേരിയബിൾസിൻ്റെ കണക്ഷൻ നോക്കി ആ ഒരു വേരിയബിളുടെ ബേസിൽ മറ്റൊരു വേരിയബിൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു കോറിലേഷൻ. റിഗ്രഷൻ എന്ന് പറയുന്ന അടുത്തൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ കോറിലേഷൻ്റെ ആപ്ലിക്കേഷനാണ് റിഗ്രഷനിൽ വരുന്നത്. 2 വേരിയബിൾസ് കണക്റ്റഡ് ആണെങ്കിൽ XY എന്ന് പറയുന്ന 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ X വേരിയബിളിനെ ബേസ് ചെയ്ത് Y പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കായിരുന്നു. അത് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയാറുണ്ട്. Y = A + BX എന്നതാണ് ലീനിയർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. അതിൽ Aയും Bയും കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ എടുക്കാൻ പറ്റും. നമ്മൾ പ്രൈസിങ് ഡിസിഷനിലൊക്കെ P = A - BQ എന്ന് പഠിക്കുന്ന ഡിമാൻഡ് ഫംഗ്ഷൻ, അത് ശരിക്കും ഒരു ലീനിയർ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ Aയും Bയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എക്സാമിന് ഡയറക്റ്റ്ലി തരുന്ന ഇക്വേഷൻസ് ആണ്. പിന്നെ ഇത് തന്നെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിരുന്നു ഹൈ ലോ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന ഒരു ലീനിയർ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ Aയും Bയും
കുറച്ചുകൂടെ സിമ്പിളായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൈ ലോ മെത്തേഡ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിലെ 2 പോയിന്റ്സ് മാത്രം നമുക്ക് മതി. അതിൽ ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ ഹൈയസ്റ്റ് ലോവസ്റ്റ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഹൈ ലോ മെത്തേഡ് ചെയ്യുക. ഹൈ ലോ മെത്തേഡ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് വേരിയബിൾ എലമെന്റ് വരുന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനും പ്രിഡിക്റ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഹൈ ലോ മെത്തേഡ് യൂസ് ചെയ്യുക. പിന്നെ വന്നൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ടൈം സീരീസ് ആയിരുന്നു. ടൈം സീരീസ് എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്ന വേരിയബിളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രഡിക്ഷൻ ആണ്. കഴിഞ്ഞ കുറേ വർഷത്തെ ഡാറ്റ നോക്കി അടുത്ത വർഷം, അടുത്ത മാസം, അടുത്ത ദിവസം എങ്ങനെയായിരിക്കും സെയിൽ വരിക എന്നുള്ളൊരു പ്രഡിക്ഷനാണ് ടൈം സീരീസിൽ വരുന്നത്. അപ്പോൾ ടൈം സീരീസിൻ്റെ കാൽക്കുലേഷൻ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം അതിനകത്തെ ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ട്രെൻഡ്? നമ്മുടെ ഒരു ടൈം സീരീസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷത്തെ അല്ലെങ്കിൽ കുറച്ച് നാളുകളുടെ ഡാറ്റ നോക്കിയാൽ അതിലൊരു ലോങ് ടേം മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് വാല്യൂവിനെയാണ് ട്രെൻഡ് എന്ന് പറയുക. ഈ ആവറേജ് വാല്യൂവിൽ നിന്നുള്ള ഡീവിയേഷൻസിനെയാണ് സീസണൽ വേരിയേഷൻ എന്ന് പറയുക. ഇത് രണ്ടും ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം ട്രെൻഡ്, ദെൻ സീസണൽ വേരിയേഷൻ. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മൂവിങ് ആവറേജ് ആണ്. ക്വസ്റ്റ്യനിൽ അവർ ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് മെത്തേഡ് യൂസ് ചെയ്യണം, അതും എങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് മൂവിങ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ട്രെൻഡും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ സീസണൽ വേരിയേഷൻ എടുക്കുക. സീസണൽ വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് 2 മെത്തേഡ് ഉണ്ടായിരുന്നു, അഡിറ്റീവും മൾട്ടിപ്ലിക്കേറ്റീവും. അപ്പോൾ അതും കൂടെ ക്വസ്റ്റനിൽ നോക്കണം ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് വേണം ഫോർകാസ്റ്റും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട്. ഇത്രയായിരുന്നു മെയിനായിട്ട് നമ്മുടെ ടൈം സീരീസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു 4 ടെക്നിക്ക് ഡിസ്കസ് ചെയ്തു. ഈ 4 ടെക്നിക്ക് ഡയറക്റ്റ്ലി എക്സാമിന് ക്വസ്റ്റ്യൻ വരണമെന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ അതിലൊരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. ഒന്നുകൂടെ പറയുന്നു, ലേബർ അവേഴ്സ് ഫോർകാസ്റ്റ് ചെയ്യാനാണ് ലേണിംഗ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു വേരിയബിളിന് എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ബേസ് ചെയ്ത് വൈ പ്രിഡിക്റ്റ് ചെയ്യാനാണ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ഹൈലോ മെത്തേഡും അതേ പർപ്പസിന് യൂസ് ചെയ്യാം. ഹൈലോ മെത്തേഡ് കൂടുതൽ വരാറുള്ളത് ഒരു ഫിക്സഡ് വേരിയബിൾ എലമെന്റ് വരുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യാനാണ്. ടൈം സീരീസ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് സെയിൽസ് ഡിമാൻഡ് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞ വാല്യൂസ് ഡയറക്റ്റ്ലി തരുന്നതിന് പകരം ഈ ടെക്നിക്സ് യൂസ് ചെയ്ത് ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒന്നുമില്ല, ഒരു പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ്, അതിൻ്റെ റവന്യൂസും കോസ്റ്റും ഒക്കെ നമ്മൾ പ്രീഡിറ്റർമിൻ ചെയ്യുകയാണ്. എസ്പെഷ്യലി വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കാര്യങ്ങൾ പഠിക്കുന്നത്. അതിൽ തന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങോ മാർജിനൽ കോസ്റ്റിങ്ങോ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്റ്റാൻഡേർഡ്സ് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ഇയർ എൻഡിൽ നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചത്. പിന്നെ പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്, ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഫ്ലെക്സ്ഡ് ബഡ്ജറ്റും സെയിം ആണോ? രണ്ടും ഒരേ പർപ്പസ് ആണ്, ഏകദേശം സിമിലർ മീനിങ് ആണ്. കറക്റ്റായിട്ട് ഇപ്പോൾ ഡെഫിനേഷൻ വൈസ് അല്ലെങ്കിൽ ടെക്നിക്കലി നോക്കിയാലുള്ള ഡിഫറൻസ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇയറിൻ്റെ സ്റ്റാർട്ടിൽ പല ആക്ടിവിറ്റി ലെവലിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്നും, ഇയറിൻ്റെ എൻഡിൽ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ആക്ച്വലി യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്ത ബഡ്ജറ്റിനെ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്നും പറയാറുണ്ട്. രണ്ടിൻ്റെയും പർപ്പസ് സെയിം ആണ്, ഫെയർ ബേസിസിൽ ആക്ച്വലുമായി കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ആക്ച്വലുമായിട്ട് കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഒരു കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലും എക്സ്പെക്റ്റഡും കമ്പയർ ചെയ്ത് ആ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വേരിയൻസ് എന്ന് പറയാറുണ്ട്. വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് എപ്പോഴും വേരിയൻസ് ഡോളർ വാല്യൂവിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പ്ലസ് അവിടെ അത് അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ, കമ്പനിക്ക് നല്ല റിസൾട്ടാണോ മോശം റിസൾട്ടാണോ എന്നുള്ളത് നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യണം. വേരിയൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു 6 കാറ്റഗറിയിൽ നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. സെയിൽസ് വോളിയം, സെല്ലിംഗ് പ്രൈസ്, പിന്നെ മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സ്ഡ് ഓവർഹെഡ്, ഇത്രയും കാറ്റഗറിയിൽ നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. വേരിയൻസ് പല രീതിയിൽ പഠിക്കാൻ പറ്റും, പല ഇക്വേഷൻസ് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പല രീതിയിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിലേത് മെത്തേഡ് ആണെങ്കിലും ഓക്കെയാണ്. നമ്മൾ എൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ ഇക്വേഷൻസ് കാര്യങ്ങളുണ്ടായിരുന്നു. ബേസിക്കലി എല്ലാ വേരിയൻസും ഒരു എക്സ്പെക്റ്റഡ് ആക്ച്വൽ കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ സെല്ലിംഗ് പ്രൈസും മെറ്റീരിയലും ലേബറും വേരിയബിൾ ഓവർഹെഡും ഫിക്സഡ് ഓവർഹെഡും ഒക്കെ ശരിക്കും ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആക്ച്വൽ കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. സെയിൽസ് വോളിയം നമ്മൾ ഒറിജിനൽ സെയിൽസ് വോളിയം ആക്ച്വൽ സെയിൽസ് വോളിയം തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്.
അപ്പോൾ എല്ലാ വേരിയൻസും അതിൻ്റെ എക്സ്പെക്റ്റഡ് ആക്ച്വലിനെ ഒരു ഫെയർ ബേസിൽ കമ്പയർ ചെയ്യുന്നു. പിന്നെ ഓരോ വേരിയൻസിലും ആ വേരിയൻസ് വരാനുള്ള റീസൺസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെറ്റീരിയലിലാണെങ്കിൽ യൂസേജും പ്രൈസും ഉണ്ടായിരുന്നു, ലേബറിലാണെങ്കിൽ റേറ്റും എഫിഷ്യൻസി ഉണ്ടായിരുന്നു, അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അത് കോൺസെപ്റ്റ് വെച്ചോ ഇക്വേഷൻസ് വെച്ചോ നമുക്ക് സോൾവ് ചെയ്യാം. ഇക്വേഷൻ തന്നെ പല രീതിയിൽ പഠിക്കാറുണ്ട്. ഇത്രേ ഉള്ളൂ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ഐറ്റത്തിൻ്റെ, അവർ ചോദിക്കുന്ന ഐറ്റത്തിൻ്റെ എക്സ്പെക്റ്റഡ് ആക്ച്വൽ ഫെയർ ബേസിൽ കമ്പയർ ചെയ്യുക, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതുവഴി കമ്പനിക്ക് ഉണ്ടായ അഡീഷണൽ കോസ്റ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ വന്ന ഇമ്പാക്റ്റോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ സെയിൽസ് വോളിയം വേരിയൻസിൽ ഓർക്കുക, സെയിൽസ് വോളിയം വേരിയൻസിൽ വരുമ്പോൾ സെയിൽസ് വോളിയം പ്രോഫിറ്റ് വേരിയൻസോ കോൺട്രിബ്യൂഷൻ വേരിയൻസോ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. സെയിൽസ് വോളിയം മാറുന്നത് വഴി നമ്മുടെ പ്രോഫിറ്റിലുണ്ടാവുന്ന ഇമ്പാക്റ്റ് ആണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഇത് കൂടാതെ ഇതൊക്കെ ബേസിക് വേരിയൻസിലാണ് വരുന്നത്. ഇത് കൂടാതെ ബേസിക് വേരിയൻസിൽ പഠിച്ചിരിക്കേണ്ട ഒന്ന് രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വേരിയൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമ്മറിയാണ്. കമ്പനിയുടെ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ഓർ കോൺട്രിബ്യൂഷനെയും ആക്ച്വൽ പ്രോഫിറ്റ് ഓർ കോൺട്രിബ്യൂഷനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു സമ്മറി റിപ്പോർട്ടായിട്ട് ഓർക്കുക. നമ്മുടെ എല്ലാ വേരിയൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സമ്മറി റിപ്പോർട്ട് പോലെ നമുക്ക് ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റിനെ പറയാം. പിന്നെ വേരിയൻസുകൾ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡൻസുകൾ ഉണ്ടായിരുന്നു. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വേരിയൻസ്, ഒരു വേരിയൻസ് അഡ്വേഴ്സ് വന്നാൽ അതിൻ്റെ മീനിങ് എന്താ, അത് എന്തൊക്കെ കാര്യങ്ങൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യാൻ അറിയണം. ഏതെങ്കിലും ഒരു വേരിയൻസ് ഇപ്പോൾ ഫേവറബിൾ അഡ്വേഴ്സോ വന്നാൽ അതിൻ്റെ മീനിങ് എന്താ, അപ്പോൾ എവിടെയായിരിക്കും കോസ്റ്റ് കൂടിയത് കുറഞ്ഞത്, അതുകൊണ്ട് വേറെ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ലോവർ പ്രൈസ് മെറ്റീരിയൽ വാങ്ങിയാൽ അതിൻ്റെ ക്വാളിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്, അതുവഴി കൂടുതൽ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഇന്റർ ഡിപ്പെൻഡൻസുകൾ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ വേരിയൻസുകൾ നമ്മൾ കാൽക്കുലേഷന് ശേഷം ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ വേരിയൻസുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മെറ്റീരിയൽ എമൗണ്ട്സ്, വലിയ എമൗണ്ടുകൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാൻഡേർഡിൻ്റെ ഇഷ്യൂ കൊണ്ടാണോ വേരിയൻസ് വന്നത് എന്നുള്ളത് നോക്കണം. ശരിക്കും ആ കോൺസെപ്റ്റാണ് പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ വേരിയൻസിൽ വരിക. ഇത്രയായിരുന്നു ബേസിക് വേരിയൻസിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് PMൽ നമുക്ക് ശരിക്കും പഠിക്കാനുള്ള വേരിയൻസ് ഒന്ന് മെറ്റീരിയൽ മിക്സ് ആൻഡ് ഈൽഡ് ആയിരുന്നു. ഇതിൻ്റെ കോൺസെപ്റ്റ് പല സ്റ്റുഡൻസിനും കറക്റ്റ് അറിയില്ല. നമ്മുടെ ക്ലാസ്സിൽ അത് കൃത്യമായിട്ട് നമ്മൾ എക്സാമ്പിൾ വെച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാൻ ആ കോൺസെപ്റ്റ് പറയാണ്, ചെയ്യുക. ഒരു കമ്പനിക്കകത്ത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മളതിൻ്റെ റീസൺസ് നോക്കുകയാണ്. കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു ആൻഡ് ആ മെറ്റീരിയൽസിൻ്റെ മിക്സ് മാറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മിക്സ് കമ്പനിക്ക് മാറ്റാൻ പറ്റുമെന്ന സിറ്റുവേഷനിലാണ് നമ്മൾ മിക്സ് ആൻഡ് ഈൽഡ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരു കമ്പനിയുടെ യൂസേജ് വേരിയൻസ് വരാൻ രണ്ട് റീസൺ ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് അതിൻ്റെ മെറ്റീരിയൽ മിക്സ് മാറുന്നത്, രണ്ട് അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ മാറുന്നത്. മിക്സ് മാറുന്നത് വഴി ഉണ്ടാകുന്ന വേരിയൻസിനെയാണ് നമ്മൾ മിക്സ് വേരിയൻസ് എന്ന് പറയുക. ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ മാറുന്ന വഴി ഉണ്ടാകുന്ന വേരിയൻസ് ആണ് ഈൽഡ് വേരിയൻസ്. അപ്പോൾ മിക്സ് വേരിയൻസ് ഉണ്ടാകുന്നത് നമ്മൾ പ്രൊഡക്റ്റിൽ പ്ലാൻ ചെയ്ത മെറ്റീരിയൽസിൻ്റെ റേഷ്യോ മിക്സ് നമ്മൾ മാറ്റിയാൽ അതുവഴി ഉണ്ടാകുന്ന വേരിയൻസ് ആണ് മിക്സ് വേരിയൻസ്. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലൈക്ക് ഇപ്പോൾ മിക്സ് വേരിയൻസ് ഫേവറബിൾ വന്നാലുള്ള മീനിങ് നമ്മൾ മിക്സ് മാറ്റി അതുവഴി കമ്പനിക്ക് കോസ്റ്റ് സേവിങ്സ് ഉണ്ടായി, ദാറ്റ് ഇസ് ആ മിക്സ് ഒരു ചീപ്പർ മിക്സ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ഇതേപോലെ ഈൽഡ് വേരിയൻസ്, എന്താണ് ഈൽഡ് വേരിയൻസ്? ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ മാറുമ്പോൾ ഉണ്ടാവുന്ന വേരിയൻസ് ആണ് ഈൽഡ് വേരിയൻസ്. അതായത് നമ്മൾ ടോട്ടൽ 100 kg ഇൻപുട്ട് ചെയ്താൽ 10 യൂണിറ്റ്സ് കിട്ടണമായിരുന്നു എന്നതാണ് റേഷ്യോ. ആ റേഷ്യോ മാറുന്ന വഴി ഉണ്ടാവുന്ന വേരിയൻസ് ആണ് ഈൽഡ് വേരിയൻസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ മാറുന്നു, ഏതർ ഇൻപുട്ട് കൂടുന്നു കുറയുന്നു അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂടുന്നു കുറയുന്നു, അതാണ് ഈൽഡ് വേരിയൻസ്. ഈൽഡ് വേരിയൻസ് അഡ്വേഴ്സ് വന്നാലുള്ള മീനിങ്, ഈൽഡ് വേരിയൻസ് അഡ്വേഴ്സ് വന്നാൽ കമ്പനിക്ക് എക്സ്ട്രാ കോസ്റ്റ് വന്നു അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ അഡ്വേഴ്സ് ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഒന്നുകിൽ ഇൻപുട്ട് കൂടി അല്ലെങ്കിൽ ഔട്ട്പുട്ട് കുറഞ്ഞു, അതാണ് അഡ്വേഴ്സ് ഈൽഡ് വേരിയൻസിന്റെ മീനിങ്. പിന്നെ ഇവർ തമ്മിലൊരു ഇന്റർ ഡിപ്പെൻഡൻസും ഉണ്ടായിരുന്നു. മിക്സ് വേരിയൻസ് ഫേവറബിൾ വന്നാൽ ഈൽഡ് വേരിയൻസ് അഡ്വേഴ്സ് വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഇതേപോലെ തന്നെ സെയിൽസിന്റെ കാര്യത്തിലും സെയിൽസ് മിക്സ് ആൻഡ് ക്വാണ്ടിറ്റി വേരിയൻസ് ഉണ്ടായിരുന്നു. മെറ്റീരിയലിൽ പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ട്, കമ്പനിക്ക് ആ പ്രൊഡക്ട്സിന്റെ മിക്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ മിക്സ് ആൻഡ് ക്വാണ്ടിറ്റി വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സെയിൽസ് വോളിയം വേരിയൻസ് വരാനുള്ള രണ്ട് റീസൺ എന്ന് പറയുന്നത് ഒന്ന് പ്രൊഡക്ട്സിന്റെ മിക്സ് മാറുന്നത്, മറ്റൊന്ന് അതിൻ്റെ ടോട്ടൽ യൂണിറ്റ്സ് മാറുന്നത്.
അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ മിക്സ് മാറുമ്പോൾ ഉണ്ടാകുന്ന വേരിയൻസ് ആണ് സെയിൽസ് മിക്സ് വേരിയൻസ്. ടോട്ടൽ യൂണിറ്റ്സ് മാറുമ്പോൾ ഉണ്ടാകുന്ന വേരിയൻസ് ആണ് ക്വാണ്ടിറ്റി വേരിയൻസ്. ഇവിടെയും ഇവർ തമ്മിൽ ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്. ദെൻ നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് അത് ഇൻകറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻകറക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ റിവൈസ് ചെയ്യണം. ബഡ്ജറ്റ് ഇൻകറക്റ്റ് ആണെങ്കിൽ നമ്മൾ അത് റിവൈസ് ചെയ്യണം. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന വേരിയൻസ് ആണ് പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ വേരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇൻകറക്റ്റ് ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന വേരിയൻസ് ആണ് പ്ലാനിങ് വേരിയൻസ്. അതായത് ഒറിജിനൽ സ്റ്റാൻഡേർഡും റിവൈസ്ഡും തമ്മിൽ കമ്പയർ ചെയ്ത് കിട്ടുന്ന ഡിഫറൻസ് ആണ് പ്ലാനിങ് വേരിയൻസ്. റിവൈസ്ഡ് ആയിരിക്കും പുതിയ ടാർഗറ്റ്. ആ പുതിയ ടാർഗറ്റും അല്ലെങ്കിൽ റിവൈസ്ഡും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്ത് കിട്ടുന്ന ഡിഫറൻസിനാണ് വേരിയൻസിനാണ് ഓപ്പറേഷണൽ വേരിയൻസ് എന്ന് പറയുക. ഓപ്പറേഷണൽ മാനേജേഴ്സ് ഓപ്പറേഷണൽ വേരിയൻസിന് മാത്രമായിരിക്കും റെസ്പോൺസിബിൾ ആയിരിക്കുക. പ്ലാനിങ് വേരിയൻസിന് നമുക്ക് അവരെ റെസ്പോൺസിബിൾ ആക്കാൻ പറ്റില്ല. പ്ലാനിങ് വേരിയൻസ് അൺകൺട്രോളബിൾ വേരിയൻസസ് ആണ്. കൺട്രോളബിൾ വേരിയൻസ് എന്ന് പറയുന്ന ഓപ്പറേഷണൽ വേരിയൻസ് മാത്രമാണ്. സോ മാനേജേഴ്സിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ മെയിൻലി യൂസ് ചെയ്യേണ്ടത് ഓപ്പറേഷണൽ വേരിയൻസസ് ആണ്. അവിടെയും അഡീഷണൽ ഇക്വേഷൻസ് കാര്യങ്ങളുണ്ടായിരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലാനിങ് വേരിയൻസിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഒറിജിനൽ സ്റ്റാൻഡേർഡും റിവൈസ്ഡും ആണ് കമ്പയർ ചെയ്യേണ്ടത്. ഓപ്പറേഷണൽ വേരിയൻസിൽ കമ്പയർ ചെയ്യേണ്ടത് റിവൈസ്ഡും ആക്ച്വലും ആണ്. ഇനി ഒരു സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്താൽ മാത്രമാണ് ആ സ്റ്റാൻഡേർഡ് ഇൻകറക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ അതിൽ പ്ലാനിങ് വേരിയൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഒരു സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്തിട്ടില്ല, ഒരു സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം സ്റ്റാൻഡേർഡ് കറക്റ്റ് ആണ്. അപ്പോൾ അവിടെ എന്തില്ല? പ്ലാനിങ് വേരിയൻസ് ഇല്ല. അപ്പോൾ അവിടെയുള്ള വേരിയൻസ് മുഴുവൻ എന്തായിരിക്കും? ഓപ്പറേഷണൽ വേരിയൻസസ് ആയിരിക്കും. ഓക്കെ, ഇത്രയായിരുന്നു മെയിൻലി വേരിയൻസിൻ്റെ സെക്ഷനിൽ പ്ലാനിങ് ആൻഡ് ഓപ്പറേഷനിൽ പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ വേരിയൻസ് അനാലിസിനെ കുറിച്ച് തിയറി കാര്യങ്ങളുണ്ടായിരുന്നു. അത് വെച്ച് പെർഫോമൻസ് ഇവാലുവേഷൻ നടത്താൻ അറിയണം. പിന്നെ നമ്മുടെ വേരിയൻസിൻ്റെ ഒരു ഡ്രോബാക്ക് പോലെ നമ്മൾ പറഞ്ഞ പോയിന്റ് TQM പോലെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലത്തും ജസ്റ്റ് ഇൻ ടൈം പോലെയുള്ള സ്ഥലത്തൊന്നും നമുക്ക് വേരിയൻസ് അനാലിസിസിൻ്റെ അതേ മീനിങ്ങിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മീനിങ്ങിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രഡീഷണൽ കോൺസെപ്റ്റിൽ നിന്ന് മാറി കമ്പനീസൊക്കെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോസ്റ്റുകൾ കൂടിയാലും ഇന്നത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ വേരിയൻസ് അനാലിസിസ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രാക്ടിക്കലി അത്ര സ്യൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ വേരിയൻസിൻ്റെ ഏരിയ ഞാൻ ഇത് പറയുന്ന വേരിയൻസിൽ നിന്ന് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സെക്ഷൻ ഡിസിഷൻ മേക്കിങ്ങും ബഡ്ജറ്റിങ്ങും പെർഫോമൻസ് മെഷർമെൻറ്റിൽ നിന്ന് സെക്ഷൻസ് ക്വസ്റ്റ്യൻസ് വരാം. പലപ്പോഴും സ്റ്റുഡൻസ് കുറേ കാൽക്കുലേഷൻസ് വേരിയൻസിൽ പഠിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ചില സെഷനിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ പോലും, അതായത് സെക്ഷൻ ബിയിലോ സെക്ഷൻ സിയിലോ, അതായത് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചിലപ്പോൾ വേരിയൻസിൽ നിന്ന് ഉണ്ടായില്ല എന്ന് വരാം. ഞാനിത് എടുത്ത് പറയുന്നത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്, അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എപ്പോഴും മീറ്റ് ചെയ്യണം എന്നില്ല. മീറ്റ് ചെയ്യാം, മീറ്റ് ചെയ്യാതിരിക്കാം. അപ്പോൾ അത് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളവിടെ നെഗറ്റീവായിട്ട് നമ്മുടെ കോൺഫിഡൻസ് പോകരുത്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസും കുറേ ദിവസവും പഠിച്ച ടോപ്പിക്കായിരുന്നു വേരിയൻസ്. അപ്പോൾ വേരിയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിത് പറഞ്ഞത് ഇപ്പം പല എക്സാമിലും നമുക്ക് കിട്ടുന്ന റിവ്യൂ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു സെഷനിൽ ഒരു ഫീഡ്ബാക്ക് വന്നത് വേരിയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല, അത്രയും നമ്മൾ പഠിച്ചു പോയതാണ്. നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്, വേരിയൻസ് കുറേ പഠിക്കുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാൽക്കുലേഷൻ കൂടുതലുണ്ട്. അപ്പം നമുക്ക് വന്നാൽ നന്നായി സ്കോർ ചെയ്യാൻ ചാൻസ് കൂടുതലുള്ള ഏരിയ ആണ്. പക്ഷെ ചിലപ്പോൾ എക്സാമിനർക്ക് തോന്നുകയാണ് വേണ്ട, ആ ടോപ്പിക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. തിയറിക്ക് വെയിറ്റേജ് കൊടുത്താൽ അതും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. പക്ഷെ കഴിഞ്ഞ തവണയോ അതിന് മുൻപത്തെ തവണയോ വേരിയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം പല സ്റ്റുഡൻസ് പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തിയിട്ട് കാര്യമില്ല. കാരണം പ്രഡിക്ഷൻ നടത്തിയാൽ കുറച്ച് പേർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അതായിരിക്കും പ്രഡിക്ഷൻ നടത്തിയാൽ ഉണ്ടാവുന്ന എൻഡ് റിസൾട്ട്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കാൽക്കുലേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ എക്സാമിന് ഇങ്ങനൊരു റിസ്ക്കും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഇനി വേരിയൻസിൽ ഒരു കാര്യം കൂടെ നോക്കേണ്ടത്, കാൽക്കുലേഷൻസ് മാത്രമല്ല തിയറി ക്വസ്റ്റ്യൻസ് നല്ലപോലെ വരാറുണ്ട്. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമല്ല, അതിൻ്റെ വേരിയൻസിൻ്റെ മീനിങ് എന്താ, അതിൻ്റെ ഇൻ്റർ ഡിപ്പെൻഡൻസ് ഇമ്പാക്റ്റ് ഒക്കെ കറക്റ്റായിട്ട് ചിലപ്പോൾ ചോദിക്കാം. പിന്നെ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് പെർഫോമൻസ് മെഷർമെൻറ്റ് ആൻഡ് കൺട്രോൾ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് പറയാൻ പറ്റുന്ന ഏരിയ. മെജോറിറ്റി സ്റ്റുഡൻസിനും ഒരു സെക്ഷൻ സി ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. തിയറി പ്ലസ് കാൽക്കുലേഷൻ പ്ലസ് തിയറി വരാം, ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻ മാത്രമായിട്ട് വരാം. നമ്മളിവിടെ മെയിൻലി പഠിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്
കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കമ്പനീസിനെ 3 സെക്ടറായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് പ്രൈവറ്റ് സെക്ടറിൽ പഠിക്കാനുണ്ട്. പ്രൈവറ്റ് സെക്ടർ അതായത് പ്രോഫിറ്റ് മോട്ടീവിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യാം. നോൺ പ്രോഫിറ്റ് മോട്ടീവിൽ വർക്ക് ചെയ്യുന്ന പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യാം. പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ഡിവിഷൻസിൻ്റെ പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പ്രൈവറ്റ് സെക്ടറാണ് പഠിക്കുന്നത്. പ്രൈവറ്റ് സെക്ടറിൽ ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. ഈ ഫിനാൻഷ്യൽ പെർഫോമൻസിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞ് സാധാരണ പറയാം. പക്ഷേ നമ്മുടെ സിലബസിലോ അല്ലെങ്കിൽ എക്സാം ക്വസ്റ്റനിലോ ഈ റേഷ്യോ അനാലിസിസ് എന്ന ടേം യൂസ് ചെയ്യണമെന്നില്ല. പകരം ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ വാല്യൂസ് യൂസ് ചെയ്ത് നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. ഇതാണ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ എക്സാമിന് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു കമ്പനി ഉണ്ടാകും, അതിൻ്റെ ഡാറ്റ, അതിൻ്റെ നമ്പേഴ്സ്, കുറച്ച് നമ്പേഴ്സ് ഉണ്ടാകും, പിന്നെ കുറച്ച് അല്ലാത്ത ഡാറ്റയും തന്നിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ആ കമ്പനിയുടെ തന്നിരിക്കുന്ന ഫിനാൻഷ്യൽസ് നോക്കുക, അതിൽ പോസിബിൾ ആയിട്ടുള്ള റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ റേഷ്യോസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ റേഷ്യോനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്കസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് ആദ്യം ഡിസ്കസ് ചെയ്യുക. എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് ഐഡൻറ്റിഫൈ ചെയ്യുക? ജനറലി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ഇയർ 1 ഇയർ 2 കമ്പയർ ചെയ്യുകയാണ്, കറണ്ട് ഇയർ പ്രീവിയസ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായി ചേഞ്ച് ചെയ്തിരിക്കുന്ന റേഷ്യോസ് അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോസ്റ്റിനെ കുറിച്ചോ കാര്യത്തിനെ കുറിച്ചോ കൂടുതൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ റേഷ്യോസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് ആദ്യം ഡിസ്കസ് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. കാരണം തിയറി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് എത്ര വേണേലും എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ ഈ എത്ര വേണേലും എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുമോ? അപ്പോൾ നമ്മളെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് വേണം ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട്. ഡിസ്കസ് ചെയ്യുമ്പോൾ മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റണം. ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കമ്പയർ ചെയ്തൊരു പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റണം. പെർഫോമൻസ് ഇവാലുവേഷനിൽ നോർമലി വരേണ്ടത് ഒരു റേഷ്യോയിൽ വന്ന ചേഞ്ച് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം, ലൈക്ക് അത് നല്ലതാണോ മോശമാണോ, അത് എങ്ങനെ ആ റേഷ്യോ വന്നു, ലൈക്ക് അത് കൂടിയത് കുറഞ്ഞതിൻ്റെ റീസൺ എന്താ, ഇത്രയും കാര്യങ്ങളാണ് നോർമലി വരേണ്ടത്. റെക്കമെൻഡേഷൻസോ സൊല്യൂഷൻസോ നോർമലി പറയണ്ട, ചോദിച്ചാൽ മാത്രം എന്ത് ചെയ്താൽ മതി, അക്കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂടാതെ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസുകളും നമ്മൾ മെഷർ ചെയ്യേണ്ടി വരാം. നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താണോ, എന്തൊക്കെ നോൺ ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ടോ അത് വെച്ച് പെർഫോമൻസ് അസസ് ചെയ്യേണ്ടി വരും. നോൺ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുമ്പോൾ അതിനകത്ത് കമ്പനിയുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോ എംപ്ലോയി സാറ്റിസ്ഫാക്ഷനോ സ്പീഡോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും വരാം. അതിനെ റിലേറ്റ് ചെയ്ത് പറ്റുന്ന കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു അസസ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റണം. അത് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചായിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. ലൈക്ക് ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടി കുറഞ്ഞു, കസ്റ്റമർ കംപ്ലയിൻസ് കൂടി കുറഞ്ഞു, നമ്മൾ ഡെലിവറി സ്പീഡ് കൂടി കുറഞ്ഞു, അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരു അസസ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. പിന്നെ കമ്പനിക്കകത്ത് ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും കൂടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 1-2 മോഡൽസ് നമുക്ക് പഠിക്കേണ്ടതിൽ ഒന്നാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ്. അപ്പോൾ ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് മെഷർമെൻറ്റ് ടൂളാണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് മെഷർ ചെയ്യുന്നുണ്ട്. മെയിൻലി 4 ആസ്പെക്ട്സ്: ഫിനാൻഷ്യൽ, കസ്റ്റമർ, ഇന്നോവേഷൻ, ഇന്റേണൽ എന്ന് പറഞ്ഞ 4 ആസ്പെക്ട്സ് ആണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. ഈ ഓരോ ആസ്പെക്റ്റിലും കമ്പനി നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരിക്കും നമ്മളവിടെ അനലൈസ് ചെയ്യുക. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ കാൽക്കുലേഷൻ ഇല്ലാതെയും ബാലൻസ്ഡ് സ്കോർ കാർഡിൻ്റെ ക്വസ്റ്റ്യൻ വരാം, ചിലപ്പോൾ കാൽക്കുലേഷനും വരാം. പിന്നെ അതേപോലെ തന്നെ വരുന്ന ഒരു മോഡലായിരുന്നു ബിൽഡിംഗ് ബ്ലോക്ക് മോഡൽ എന്ന് പറയുന്നത്. ബാലൻസ്ഡ് സ്കോർ കാർഡിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ വേർഷനാണ്. സർവീസ് ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ബിൽഡിംഗ് ബ്ലോക്ക് മോഡൽ എന്ന് പറയുന്നത്. അവിടെ 3 ബിൽഡിംഗ് ബ്ലോക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുക. അവിടെ ഒരു കമ്പനിയുടെ 6 ഡൈമെൻഷൻസ് നമുക്ക് മെഷർ ചെയ്യാനുണ്ട്. പിന്നെ അവിടുത്തെ സ്റ്റാൻഡേർഡ്സും റിവാർഡ്സും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ പോയിന്റ്സും ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ്സും റിവാർഡ്സും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതുണ്ട്. കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോൾ 6 ഡൈമെൻഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബാലൻസ്ഡ് സ്കോർ കാർഡിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മൾ ഓരോ പേഴ്സ്പെക്റ്റീവും കമ്പനിയുടെ ഈ പറയുന്ന ഓരോ ഏരിയാസും നമ്മൾ സെപ്പറേറ്റ്ലി പെർഫോമൻസ് മെഷർ ചെയ്യണം. ഇവിടെയും കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ ക്വസ്റ്റ്യൻ വരാം, കാൽക്കുലേഷൻ വെച്ചും ക്വസ്റ്റ്യൻസ് വരാം. ഇത്രയായിരുന്നു നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പബ്ലിക് സെക്ടറിലേക്ക് വന്നാൽ, നോൺ പ്രോഫിറ്റ് സെക്ടറിലേക്ക് വന്നാൽ മെയിൻലി നമുക്ക് അവിടെ പഠിക്കാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണിയാണ്. അതായത് ഒരു കമ്പനിയുടെ, ഒരു പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ്റെ 3 E's നമ്മൾ മെഷർ ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്കോണമി, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് മെഷർ ചെയ്തുകൊണ്ട് അവിടുത്തെ പെർഫോമൻസ് അസസ്മെൻറ്റ് നമ്മൾ നടത്തുന്നു. അപ്പോൾ അവിടെ എക്കോണമി എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ റിസോഴ്സസിൻ്റെ കോസ്റ്റ്, ഇൻപുട്സിൻ്റെ കോസ്റ്റ് ആയിരിക്കും മെഷർ ചെയ്യുക.
എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ആണ് നമ്മൾ എടുക്കുക. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഈ 3 ആസ്പെക്റ്റിലും നല്ലതാണെങ്കിൽ നമ്മൾ വാല്യൂ ഫോർ മണി ആണ് എന്ന് പറയും. ഇവിടെയും റേഷ്യോ അനാലിസിസ് പറഞ്ഞ പോലെ വാല്യൂസ് തന്ന് കാൽക്കുലേഷൻസ് ഉണ്ടാവാം. അപ്പോൾ FS മാത്രമല്ല, നോൺ ഫിനാൻഷ്യൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽസും നോൺ ഫിനാൻഷ്യൽസും അവിടെ ഉണ്ടാകും. ഇപ്പോൾ അവിടുത്തെ റിസോഴ്സസിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ കോസ്റ്റ്, ഔട്ട്പുട്ട്, ഇതിനൊക്കെ കണക്ട് ചെയ്തിട്ട് ഈ 3 റേഷ്യോസ് വെച്ചിട്ടാണ് അവിടെ അസസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പെർഫോമൻസ് മെഷർമെൻറ്റ് പഠിക്കുന്നത് പ്രൈവറ്റ് സെക്ടറിലെ തന്നെ ഡിവിഷൻസിൻ്റെ ആണ്. അതിൽ പല ടൈപ്പ് ഡിവിഷൻസ് ഉണ്ടാവാം, പല റെസ്പോൺസിബിലിറ്റീസ് അവിടെ വരാം. ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്ന ഒരു ഡിവിഷണൽ മാനേജർക്ക് ആ ഡിവിഷനിലെ പ്രോഫിറ്റും കോസ്റ്റും റവന്യൂ പ്ലസ് അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്, അവിടുത്തെ നോൺ കറണ്ട് അസറ്റ്സ്, അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയുക. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് സെന്ററിന്റെ അല്ലെങ്കിൽ ആ മാനേജറിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യണമെങ്കിൽ അവർ കൊണ്ടുവരുന്ന പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ പോരാ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നോക്കും. അങ്ങനെ അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന 2 ടെക്നിക്, ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന 2 ടെക്നിക്കാണ് ROIയും RI എന്ന് പറയുന്നത്. ROI എന്ന് പറയുന്നത് നമ്മുടെ ഡിവിഷനിൽ നിന്ന് വന്ന പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് ആണ്, ഇൻവെസ്റ്റ്മെന്റിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ് നമ്മൾ നോക്കുക. അത് കൂടുന്നതായിരിക്കും നോർമലി നല്ലത്. RI എന്ന് പറയുന്നത് ആ ഡിവിഷൻ വഴി എത്ര അഡീഷണൽ എമൗണ്ട്, ഇമ്പ്യൂട്ടഡ് ഇൻട്രസ്റ്റ് കവർ ചെയ്യുന്ന എത്ര അഡീഷണൽ എമൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ RI വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതും ഇൻക്രീസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. കാൽക്കുലേഷൻസ് കാര്യങ്ങൾ വരാം, പ്ലസ് ഇതിൻ്റെ ഡിസ്കഷനും വരാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പ്രൈസ് ആയിരുന്നു. നിങ്ങളുടെ കമ്പനിക്കകത്തെ ഡിവിഷൻസ് പ്രോഫിറ്റ് സെൻറ്ററോ ഇൻവെസ്റ്റ്മെന്റ് സെൻറ്ററോ ആണെങ്കിലാണ് മെയിൻലി ട്രാൻസ്ഫർ പ്രൈസിന് ഇമ്പോർട്ടൻസ് വരും. അപ്പോൾ ഇങ്ങനെ 2 ഡിവിഷൻസ് തമ്മിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ, ഇന്റേണലി ഗുഡ്സോ സർവീസസോ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് സെറ്റ് ചെയ്യുന്ന ഒരു പ്രൈസാണ് ട്രാൻസ്ഫർ പ്രൈസ്. ഇത് മാറുന്നതിനനുസരിച്ച് ഡിവിഷണൽ പ്രോഫിറ്റ്സും അവരുടെ മോട്ടിവേഷൻ ലെവലും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. വൺസ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ, കമ്പനി ആസ് എ ഹോൾ ട്രാൻസ്ഫർ നടന്നാൽ അതൊരു ഇന്റേണൽ സെയിൽ ആയതുകൊണ്ട് കമ്പനിയുടെ റവന്യൂവിനെയോ കോസ്റ്റിനെയോ പ്രോഫിറ്റിനെയോ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. കമ്പനിയെ സംബന്ധിച്ച് നോർമലി എപ്പോഴും പ്രിഫറൻസ് ഇന്റേണലി സെയിൽ ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നോർമലി പ്രിഫറൻസ്. ബട്ട് അവിടെ അതൊരു കമ്പൽസറിലി നമ്മൾ അങ്ങനെ അവരെ ഇമ്പോസ് ചെയ്യല്ല. ഡിവിഷണൽ മാനേജേഴ്സ് ആയിരിക്കും അതിൻ്റെ ഡിസിഷൻ എടുക്കുക. അപ്പോൾ അതിൽ എങ്ങനെയാണ് നോർമലി ഒരു നല്ല ട്രാൻസ്ഫർ പ്രൈസിലേക്ക് എത്തേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. നോർമലി ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പോളിസി എന്ന് പറയുന്നത് കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ കോസ്റ്റ് നോക്കി, അതിൻ്റെ ഫുൾ കോസ്റ്റോ വേരിയബിൾ കോസ്റ്റോ നോക്കി വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാർക്കറ്റിൽ പ്രൈസ് നോക്കി അവിടെ 2 പേർക്കും ഒരു നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് നമുക്ക് കൊടുക്കാം. അപ്പോൾ എക്സ്റ്റേണൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്യുന്ന ഐറ്റത്തിന് എക്സ്റ്റേണൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത് നോക്കി ഒരു മിനിമം പ്രൈസും മാക്സിമം പ്രൈസും നമുക്ക് എടുക്കാൻ പറ്റും. മിനിമം പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും സെല്ലറിന്റെ പെർസ്പെക്റ്റീവിലാണ്. വിൽക്കുന്ന ആൾക്ക് മിനിമം എത്ര കിട്ടണം. അപ്പോൾ അയാളുടെ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് നോർമലി റെലവൻറ്റ് കോസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച റെലവൻറ്റ് കോസ്റ്റ് ആണ് മിനിമം കോസ്റ്റിംഗിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് അയാൾക്ക് വേറെ ആ ഒരു ഐറ്റം ഇന്റേണലി കൊടുക്കാൻ എക്സ്ട്രാ കോസ്റ്റുകളൊന്നും വരുന്നില്ലെങ്കിൽ, എന്താണോ വരുന്ന കോസ്റ്റ് അത് കിട്ടിയാൽ മതി. വേറെ സാക്രിഫൈസ് ഇല്ലെങ്കിൽ ആ കോസ്റ്റ് മാത്രം കിട്ടിയാൽ മതി, വേരിയബിൾ കോസ്റ്റ് മാത്രം കിട്ടിയാൽ മതി. സാക്രിഫൈസ് ഉണ്ടെങ്കിൽ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കിട്ടണം. ഇനി വാങ്ങുന്ന ആൾക്ക്, ബയറെ സംബന്ധിച്ച് അയാൾക്കൊരു മാക്സിമം പ്രൈസ് ഉണ്ടാകും. ആ മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പർച്ചേസ് പ്രൈസ് എന്താണോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനിടയിലായിരിക്കും നമ്മുടെ ഫൈനൽ ട്രാൻസ്ഫർ പ്രൈസ് വരാം. അപ്പോൾ എക്സാമിന് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ട്രാൻസ്ഫർ പ്രൈസിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വരാം. 3 ക്വസ്റ്റ്യൻസ് വരാം. ഒന്ന് കാൽക്കുലേറ്റ് ട്രാൻസ്ഫർ പ്രൈസ്, അത് തന്നെ 2 ടൈപ്പ് വരാം. ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ തന്നെ പോളിസി പറയും, ലൈക്ക് ഫുൾ കോസ്റ്റ് പ്ലസ് 10 അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് പ്ലസ് 30 എന്ന് ക്വസ്റ്റ്യനിൽ പറയും. അപ്പോൾ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അവിടെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ അധികം യൂസ് ചെയ്യേണ്ട, കാൽക്കുലേഷൻ മാത്രം നന്നായി ചെയ്താൽ മതി. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ, അതായത് കാൽക്കുലേറ്റ് ട്രാൻസ്ഫർ പ്രൈസിനകത്ത് തന്നെ ചിലപ്പോൾ അവർക്ക് എക്സ്റ്റേണൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. നമ്മുടെ കോമൺ സെൻസ് വെച്ച് എന്തായിരിക്കും സെല്ലറുടെ മിനിമം പ്രൈസ്, എന്തായിരിക്കും ബയറുടെ മാക്സിമം പ്രൈസ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അതായിരിക്കും ആൻസറിൽ പറയുന്നത്. ട്രാൻസ്ഫർ പ്രൈസ് ഷുഡ് ബി ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ് എന്നുള്ളത് നിങ്ങൾ പറയേണ്ടി വരും. എന്നിട്ട് ഫൈനൽ പ്രൈസ് അവർ എഗ്രി ചെയ്യുക, അവർ നെഗോഷിയേറ്റ് ചെയ്ത് എഗ്രിയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് റിക്വയർഡ് കാൽക്കുലേറ്റ് ട്രാൻസ്ഫർ പ്രൈസ്. അതിൽ തന്നെ 2 സിറ്റുവേഷൻ.
ദെൻ ആ ട്രാൻസ്ഫർ പ്രൈസ് യൂസ് ചെയ്തിട്ട് ഡിവിഷൻസിന് വരുന്ന പ്രോഫിറ്റും കമ്പനി ആസ് എ ഹോൾ വരുന്ന പ്രോഫിറ്റും ചോദിക്കാം. പിന്നെ അതുവഴി ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, അവിടെ ഡിവിഷണൽ മാനേജേഴ്സിൽ അല്ലെങ്കിൽ ഡിവിഷൻസിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും എന്ത് ചെയ്യാം, ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫർ പ്രൈസിൽ വരാൻ ചാൻസ് ഉള്ളത്.